Hi all, Nitin Sedumadhan here, your faculty for auditing and ethics at Triple I Commerce Academy. ഇപ്പോൾ മെയ് 2026 എക്സാംസിൻ്റെ MTP ഡിസ്കഷനാണ് ഈ വീഡിയോ. ഓൾറെഡി RTP നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റിങ്ങിൻ്റെ RTP തവണ 2 വീഡിയോ പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ് യു വാച്ച് ദി RTP ആൻഡ് ദെൻ കം ടു ദിസ് MTP1. എല്ലാ എക്സാംസിന് മുമ്പ് നമ്മൾ RTPയും MTPയും അതേപോലെ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഒരു 1.5 ഡേയ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയാനായിട്ട് ഒരു ഫൈനൽ ലാബ് സെഷൻ നമ്മൾ നടത്താറുണ്ട്. ദിസ് ടൈം ഓൾസോ ഇറ്റ്സ് ഗോണ ബി ദ സെയിം. ആൻഡ് മാക്സിമം ആയിട്ട് ഇപ്പോൾ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സജസ്റ്റഡ് ആയിട്ടുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റഡി ദിസ് RTP, MTP1, MTP2 ആൻഡ് ഈ ഫൈനൽ സെഷൻ കൂടി കാണുന്ന ഒരുപാട് ഉപകാരപ്പെടും അലോങ് വിത്ത് നമ്മുടെ ക്ലാസ്സിൽ തന്നിട്ടുള്ള നോട്ട്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി പറയാം, if you have not watched the or go through the RTPs or MTP മുമ്പ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഐ സജസ്റ്റ് ദാറ്റ് യു ഫസ്റ്റ് വാച്ച് RTP, ഓൾസോ MTP1ൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങൾ ഡയറക്റ്റായിട്ട് വീഡിയോ കാണുന്നേക്കാളും എപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ ആദ്യം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയിട്ട് ട്രൈ ടു ഫൈൻഡ് ദി ആൻസേഴ്സ് ഫോർ ദ സെയിം. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് MTPയിലത്തെ ആൻസേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വീഡിയോ ഫുൾ കാണുമ്പോൾ സ്പീഡ് കൂട്ടി കാണാമല്ലോ, യൂട്യൂബിലല്ലേ, ഒരു 1.5 2x സ്പീഡിൽ കാണാമല്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് യു വിൽ ഹാവ് മോർ വാല്യൂ അഡിഷൻ, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. റാദർ ദാൻ സ്ട്രേറ്റ് അവേ MTPയുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, ആൻസർ പറയുന്നു എന്ന് പറയുമ്പോൾ യുവർ ബ്രെയിൻ ആലോചിക്കുന്നില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സിനിമ കാണുന്ന ലാഘവത്തിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പഠിത്തം നടക്കത്തില്ല. സോ ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡഡ് ദാറ്റ് യു ഫസ്റ്റ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ് യുവർ സെൽഫ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുക, അത് ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറേയും കൂടി നിങ്ങളുടെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും ഒരു ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേറെ ഏതെല്ലാം ടോപ്പിക്സ് എക്സാമിന് ഓർത്ത് വെക്കേണ്ടതെന്നൊക്കെ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ബെനിഫിറ്റ് നമുക്ക് ശരിക്കും ഈ വീഡിയോസിൽ നിന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഓക്കെ, ഇഫ് യു ഹാവ് നോട്ട് യെറ്റ് ലുക്ക് ദ ക്വസ്റ്റ്യൻ, ഇവിടെ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കി ഒന്ന് ട്രൈ ടു സ്പെൻഡ് സം ടൈം, ഒരു 30 minutes അത് നോക്കി ആൻസർ ചെയ്യാൻ നോക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നൗ വിത്ത് ദാറ്റ് സെഡ് ലെറ്റ് us മൂവ് ഓൺ ടു ദസ് ക്വസ്റ്റ്യൻസ്. MTP എന്ന് പറയുമ്പോൾ പക്ക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുന്നത്. RTP പോലെ ചാപ്റ്റർ വൈസ് ഓർഡറിലല്ല അല്ലേ. ഈ കേസ് സ്റ്റഡീസ് ഡിസ്ക്രിപ്റ്റീവ് ആ ഒരു എക്സാം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് MTPs ഉണ്ടാവാറുള്ളത്. സോ യെസ്, വി ഹാവ് ദിസ് കേസ് സിനാരിയോ, സ്റ്റാർട്ടിങ് വിത്ത് കേസ് സിനാരിയോ ആൻഡ് 3 കേസ് സിനാരിയോസ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഓൾവേസ് ലൈക്ക് ഐ സേ, നമുക്ക് മാക്സിമം RTP ആയിക്കോട്ടെ MTP ആയിക്കോട്ടെ, ഈവൻ എക്സാം ഹോളിൽ പോലും ഈ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ സംഭവമാണ്. കഥ നമുക്ക് വായിക്കില്ല എന്നല്ല, ആദ്യം എപ്പോഴും ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാൻ ഞാൻ പറയത്തുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് പലപ്പോഴും ആൻസർ കിട്ടും, പ്രൊവൈഡഡ് നിങ്ങൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ കഥ ഫുൾ വായിക്കുന്ന ആക്ച്വലി ഒരു ടൈം വേസ്റ്റ് പരിപാടിയാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കൂടി വേണമല്ലോ. മാത്രമല്ല വലിയ നെടുനീളം അധ്യായം പോലത്തെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത് വീണ്ടും രണ്ടാമത് വായിക്കേണ്ടി വരും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. സോ വി വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് വി വിൽ ഗോ ടു ദ സ്റ്റോറി ഓൺലി ഇഫ് ദ ക്വസ്റ്റ്യൻ ഡിമാൻഡ്സ്. ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നവർക്ക് മാത്രം നമുക്ക് കഥയിലോട്ട് പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് സ്ട്രേറ്റ് അവേ typical pattern. So we have, yes, the first question, yes, in the above case scenario of Nova Engineering Limited എന്നുള്ളൊരു ആള്. Okay, what is the question? Based on the engagement partnership, which of the following engagement would most appropriately fall within the scope of such standards? Okay, ഏത് സ്റ്റാൻഡേർഡ് ആണ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. SA. In the above case scenario of Nova Engineering auditor ആണ് നമ്മൾ. It has been clarified that assignment would be carried out in accordance with SA based ആയിട്ടുള്ള അസൈൻമെൻറ്റ്. അതെന്താണ്? ഓഡിറ്റ് ആണ്. വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു ഓഡിറ്റ് ഓഫ് ഓക്കെ, എനിക്കൊന്ന് ക്വസ്റ്റിൽ തന്നെ അവർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് ഓഫ് HFI അല്ലെ, സബ്ജക്ട് മാറ്റർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. വി ഹാവ് ദ HFI ആൻഡ് വി ഹാവ് ദി അതർ ദാൻ HFI. അതർ ദാൻ HFIയുടെ അകത്ത് നമുക്ക് എന്ത് അഷുറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുക? മോഡറേറ്റ് അഷുറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? SAE. HFIയിലോട്ട് വരുമ്പോഴത്തേക്കും HFI എന്നുള്ള സബ്ജക്ട് മാറ്ററിൽ 2 ടൈപ്പ് ഓഫ് അഷുറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. റീസണബിൾ അഷുറൻസ് കൊടുക്കുന്ന ഓഡിറ്റും ഉണ്ട്, ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കുന്ന റിവ്യൂ ഉണ്ട് അല്ലേ. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്, ഓഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ക്വസ്റ്റ്യൻ? ബേസ്ഡ് ഓൺ ദി എൻഗേജ്മെന്റ് പാർട്ണർ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടുപിടിക്കുക. എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് എന്ന് ഓപ്ഷൻ എയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രൊജക്ഷൻസ്, ഫ്യൂച്ചർ കോസ്റ്റ് എസ്റ്റിമേഷൻസ്, ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ്. ഓപ്ഷൻ എയും ബിയും സിയും എല്ലാം അതർ ദാൻ HFIയുടെ കണ്ടന്റ് അല്ലേ. അതർ ദാൻ HFI എന്നുള്ള കണ്ടന്റിലാണ് എയും ബിയും സിയും ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗോൺ നെക്സ്റ്റ് ഓപ്ഷൻ ഡി അല്ലേ. ബേസ്ഡ് ഓൺ ദി എൻഗേജ്മെന്റ് പാർട്ണർ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഗേജ്മെന്റ് ഇസ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഓഡിറ്റ് ഓഫ് FS ഓഫ് നോവ ഫോർ ദ 231st March. അത് ആക്ച്വലി വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയി പോയി.
ഓഡിറ്റ് ചെയ്യുന്നത് ഏതിലാണ്? HFIയിലാണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ സാധനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the planning meeting described in the case scenario, the engagement partner first established strategy and then instruct the team to develop a plan. Okay, strategy set ചെയ്തതിന് ശേഷം പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ഇൻ ദ സിനാരിയോ, ദ പ്രൈമറി റീസൺ ഫോർ ഒബ്റ്റൈനിങ് സച്ച് നോളജ് ബിഫോർ ഡെവലപ്പിംഗ് ദ പ്ലാൻ ഇസ് ടു. ഓക്കെ, പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചേക്കുന്നത്. സ്ട്രാറ്റജി ഫിക്സ് ചെയ്തു, എന്നിട്ട് പ്ലാൻ ഡെവലപ്പ് ചെയ്യാണ്. പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താ? പ്ലാനിങ്ങിൻ്റെ പർപ്പസ് എന്താ? നിങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. ഇഫ് യു ഹാവ് അറ്റൻഡഡ് മൈ റെക്കോർഡഡ് സെഷൻസ് ഓർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻ ഓർ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ SC300 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ക്ലാസിക് സെൻറ്റൻസ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രാറ്റജിനെ സംബന്ധിക്കുന്നതും പ്ലാനിനെ സംബന്ധിക്കുന്നതും. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി NTD, നേച്ചർ ടൈമിംഗ് ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ്. അതേസമയം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ നേച്ചർ ടൈമിംഗ് എക്സ്റ്റെൻഡ് ഓഫ് ദ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തതിന് ശേഷം പ്ലാനിലോട്ട് പോകുന്നതിന് മെയിൻ ഉദ്ദേശം എന്താണ്? ഹൗ ടു ഡെവലപ്പ് എ പ്ലാൻ, അതിൽ പറയുന്നുണ്ട് വി ഹാവ് ടു അക്വയർ നോളജ് ഓഫ് ദ ക്ലയൻസ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇന്റർ അക്കൗണ്ടിങ് സിസ്റ്റം. കാരണം ഇവിടെ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പ്ലാനിൽ വരുന്നത്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അതിനുവേണ്ടി റെഡി ആവുന്നതാണ് സ്ട്രാറ്റജി. ആൻഡ് വൺസ് റെഡി ആയി കഴിഞ്ഞാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നമ്മൾ ട്രിപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ട്രിപ്പ് പോകുന്നതുമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എക്സാമ്പിൾ അല്ലേ. അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ക്ലയൻറ്റ് ഓഫീസിൽ എത്തിയിട്ട് ചെയ്യുന്ന കാര്യം എന്താ? പ്രൊസീജിയേഴ്സ് തീരുമാനിക്കലാണ്. സോ പ്രൊസീജിയേഴ്സ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹൗ ടു ഡെവലപ്പ് ദി ഓഡിറ്റ് പ്ലാൻ SC300 നമ്മൾ പഠിക്കുന്നുണ്ട്. വി ഹാവ് ടു ഫസ്റ്റ് അക്വയർ നോളജ് ഓഫ് ദ ക്ലയൻസ് അക്കൗണ്ടിങ് സിസ്റ്റം. അത് എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് അക്കൗണ്ടിങ് സിസ്റ്റം, ഇന്റർ അക്കൗണ്ടിങ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത്? അവിടെ പോയിട്ട് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിറ്റുവേഷൻ ഡിസ്ക്രൈബ് അബോവ്, വാട്ട് ഈസ് ഓഡിറ്റ് ട്രൈങ് ടു ഡു? ഈ പ്ലാൻ ഡെവലപ്പിംഗ് ദി ഓഡിറ്റ് പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്പിംഗ് ദി ഓഡിറ്റ് പ്ലാൻ എന്ത് പർപ്പസിനാണ്? ഓപ്ഷൻ എ, enable the auditor to design appropriate procedures relevant to the entity's operations. അത് തന്നെയാണ് ആൻസർ. കാരണം the nature timing extent of RAP, NTE of FAP and other procedures ഇതെല്ലാം തീരുമാനിക്കുന്ന പ്ലാനിങ് സ്റ്റേജിലാണ്. Determine whether the new revenue system complies with accounting standards, replace the need for performing RAP later in the audit, ensure that the audit team uses the minimum possible resources. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ എക്സ്റ്റെൻഡ്, ഓഡിറ്റ് അത് കീ വേർഡ് അല്ലേ, നമ്മുടെ ക്ലാസിക് സെൻറ്റൻസ് അല്ലേ. NTE ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് തീരുമാനിക്കുന്നതാണ് പ്ലാനിൻ്റെ മെയിൻ പർപ്പസ്. സോ ഇറ്റ്സ് 2A. Third question, in the case scenario, audit team identifies new revenue recognition system which could affect several items in the FS. Okay, multiple FSിലത്തെ പല ഐറ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് ടീം ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദ ന്യൂ റവന്യൂ റെക്കഗ്നിഷൻ സിസ്റ്റം, ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന റവന്യൂ റെക്കഗ്നിഷൻ മോഡൽ മൾട്ടിപ്പിൾ ഐറ്റത്തിനെ സൈമിൾട്ടേനിയസ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഇൻവെൻട്രി വാല്യുവേഷൻ. ഓക്കെ, സോ ദർ ആർ 2 ഇഷ്യൂസ് നൗ. റവന്യൂ റെക്കഗ്നിഷൻ മോഡലുണ്ട്, പിന്നെ ഇൻവെൻട്രി വാല്യുവേഷൻ ഉണ്ട്. ഇൻവെൻട്രി വാല്യുവേഷൻ വാട്ട് ഹാപ്പൻഡ് വാസ് it involves specific risk relating to particular transactions and balance. Okay, so we have FSL misstatements ഉണ്ടാവാനുള്ള സാധ്യത. ROMM ആണ് ഈ ക്വസ്റ്റ്യനിൽ, തേർഡ് ക്വസ്റ്റ്യനിൽ അഡ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻ. ആൻഡ് ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ് FSൽ മൾട്ടിപ്പിൾ ഐറ്റത്തിന് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്, ഒരു സർട്ടൻ ട്രാൻസാക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. ഇൻവെൻട്രി വാല്യുവേഷൻ സർട്ടൻ ഐറ്റത്തിന് എഫക്റ്റ് ചെയ്യുന്നു. റവന്യൂ റെഗുലേഷൻ മോഡലത്തെ പ്രശ്നം മൾട്ടിപ്പിൾ ഐറ്റത്തിന് എഫക്റ്റ് ചെയ്യുന്നു. സോ വി ഹാവ് ROMM അറ്റ് ദി FS ലെവൽ ആൻഡ് അറ്റ് ദി അസസ് ലെവൽ ഇല്ലേ. SC315 പറയുന്നുണ്ട് വെൻ വി ട്രൈ ടു ഐഡന്റിഫൈ ആൻഡ് അസസ് റിസ്ക് വി നീഡ് ടു അസസ് ദാറ്റ് അറ്റ് ദി FS ലെവൽ ആൻഡ് അറ്റ് ദി അസസ് ലെവൽ എന്ന് പറയുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദി എൻഗേജ്മെന്റ് പാർട്ണേഴ്സ് എക്സ്പ്ലനേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് truly classifies this risk? ബോത്ത് റിസ്ക് റിലേറ്റീവ് FS only അല്ല, ബോത്ത് റിസ്ക് അല്ല. ദ ഫസ്റ്റ് റിസ്ക് റിലേറ്റീവ് FS ലെവൽ, അതായത് റവന്യൂ റെഗുലേഷൻ മോഡൽ പെർവേസീവ്ലി FS എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അറ്റ് ദി FS ലെവൽ. ആൻഡ് ദെൻ വി ഹാവ് ദ മറ്റേ ഇൻവെൻട്രി വാല്യുവേഷൻ്റെ പ്രശ്നം എന്താണ്? ഈ സ്പെസിഫിക് ഇൻവെൻട്രി ട്രാൻസാക്ഷൻസിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. സോ കേസ് സ്റ്റഡി നമ്പർ 1 ഇസ് ഓവർ. ഫസ്റ്റ് കേസ് സ്റ്റഡി കഴിഞ്ഞിരിക്കുകയാണ്. 3 ക്വസ്റ്റൻസ് അവർ ഫസ്റ്റ് കേസ് സ്റ്റഡി എന്ന് വെച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു, ഈ 3 ഡയറക്റ്റ് ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയും വലിയ കഥ വായിക്കുന്നത്? എത്ര സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും? ഒരു ഫുൾ പേജിൻ്റെ കഥ ഫുൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ MCQ ആകെ 3 MCQ ആൻഡ് ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യാവുന്ന ആൻസേഴ്സ് ആണല്ല. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റഡി ഉണ്ട്. നമുക്ക് കഥ വായിക്കാം, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വായിക്കാം. ഓക്കെ, ഞാൻ ആ അപ്രോച്ച് എപ്പോഴും പറയത്തുള്ളൂ. ഞാനത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഒരുപാട് ഉപകാരപ്പെടുന്നത്. പ്രത്യേകിച്ചും 2025 കുറേ അറ്റംപ്റ്റുകളിൽ ഒരുപാട് പിള്ളേർ വിളിച്ച് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് നമുക്ക്. അത് ആ ഒരു കോൺഫിഡൻസ് തന്ന ഒരുപാട് യൂസ്ഫുൾ ആയി. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ആൻസർ ഡയറക്റ്റ് നമുക്ക് പറ്റും. ആ ഒരു ഇത് മനസ്സിലായില്ലേ? അപ്പോൾ കഥ വായിക്കുന്നതന്നെ ഞാൻ ഇതിലല്ല, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയ്ക്കോ അടുത്ത ക്വസ്റ്റിൽ കഥ വായിക്കേണ്ടി വരും. അതാണ് എൻ്റെ ഒരു യോഗം. നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി ഗിവൺ ഫാക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് രജിസ്റ്റർ
ആൻഡ് സ്റ്റുഡൻസ് ഫീസ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഐ ഹോപ്പ് അല്ലേ ഒരു തവണയെങ്കിലും നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ യാ, based on the above facts, I think we are the auditors of സരസ്വതി യൂണിവേഴ്സിറ്റി, ഒരു കോളേജിൻ്റെ എന്തോ ഒരു ഓഡിറ്ററാണ് നമ്മൾ. അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്ലാസ് രജിസ്റ്ററിൽ സ്റ്റുഡൻറ്റ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ 620 പിള്ളേരുണ്ട്, പക്ഷേ ഫീസ് രജിസ്റ്ററിൽ 590 പിള്ളേരേ ഉള്ളൂ. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് പ്രത്യേകിച്ച് സാർ ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് ചാപ്റ്റർ. ഇത് കോമൺ സെൻസ് ക്വസ്റ്റൻ. ഇതൊക്കെ ഈ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, മിസ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനത്തെ ലോജിക് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്താ പറയുക, ഒരു ചാപ്റ്റർ ബേസ്ഡ് തിയറി അല്ല, കുറച്ച് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ക്ലാസ് രജിസ്റ്ററിൽ 620 പിള്ളേരുടെ പേരുണ്ട്, പക്ഷേ സ്റ്റുഡൻസ് ഫീസ് രജിസ്റ്ററിൽ 590 കാണുന്നുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും കുറച്ചുണ്ടാവുന്നത്? ബാക്കി പിള്ളേരുടെ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഫീ ഡിമാൻഡ് മേ നോട്ട് ഹാവ് ബീൻ റേസ് ഫോർ 30 സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഓൺ ദ റോൾ. അത് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ. ചോദിച്ചിട്ടുണ്ടാവില്ല, അല്ലാണ്ട് എന്തെങ്കിലും നമ്മൾ ഒരുപാട് കാർഡുകൾ ചിന്തിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പോകും. ഇത് കാരണം ROM ഏത് ലെവലിൽ വരുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാർഡുകൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ജസ്റ്റ് ഇത് ഏത് കൺട്രോൾ ഫെയിലിയർ ആണ്, ഈ കൺട്രോൾ ഫെയിലിയർ മറികടക്കാൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. 620 പിള്ളേർ ക്ലാസ് രജിസ്റ്ററിലുണ്ട്, 590 വരെ ഫീസ് രജിസ്റ്ററിൽ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് ആ ഡിഫറൻസ് വന്നു? പിള്ളേർന്ന് ഫീസ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഓപ്ഷൻ എ, ഫീ ഡിമാൻഡ് മേ നോട്ട് ഹാവ് ബീൻ റേസ്ഡ്. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹോസ്റ്റൽ ഇൻകം ഡിഫറൻസ് ഇൻഡിക്കേറ്റ്സ് അഡ്വാൻസ് ഫീസ് ഡിഫറൻസ് റെപ്രസെൻറ്റ്സ് ഫൈൻസ്. നോ, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് സരസ്വതി ദ ഓഡിറ്റർ എസ്റ്റിമേറ്റഡ് ഹോസ്റ്റൽ ഇൻകം ബേസ്ഡ് ഓൺ 200 റൂംസ്, 80% occupancy rate and a monthly fees of 6,000. Okay, and the monthly fees of 6,000. The recorded hostel income was found to be material higher than the auditor's estimate. ഓക്കെ, സോ വി ഹാവ് 200 റൂമുണ്ട്. ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല, അപ്പോൾ എനിക്കൊന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് 200 റൂമുണ്ട്, ഹോസ്റ്റൽ റൂംസ്. അതിന് 80% ആണ് ഒക്യുപ്പൻസി റേറ്റ്. അപ്പോൾ 200ൻ്റെ 80% 160 റൂമിൽ നിന്ന് മന്ത്ലി 6,000 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഒരു മാസം 9,60,000 ഇൻറ്റു 12 അടിക്കുമ്പോൾ നമുക്ക് 1,15,20,000 രൂപ കിട്ടും. ഓക്കെ, ലെറ്റ് സേ 1.15 crores അപ്രോക്സിമേറ്റ്ലി. ഹോസ്റ്റൽ ഇൻകം വരുന്നത് 1.15. ഹോസ്റ്റൽ ഇൻകം വരുന്നത് 1.15 സംതിങ് CR ആണ് വന്നേക്കുന്നത്. വാട്ട് ഹാപ്പൻ ദെൻ? ദ റെക്കോർഡ് ഹോസ്റ്റൽ ഇൻകം വാസ് ഫൗണ്ട് ടു ബി മെറ്റീരിയൽ ഹയർ ദാൻ ദി ഓഡിറ്റർസ് എസ്റ്റിമേറ്റ്. ആക്ച്വലി റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പം ശരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഹോസ്റ്റൽ ഇൻകം 1.15 CR വരാൻ പാടുള്ളൂ. ദ റെക്കോർഡ് ഇൻകം വാസ് ഫൗണ്ട് ടു ബി മെറ്റീരിയലി ഹൈ. അപ്പോൾ അത് എത്രമാത്രം ഹൈ ആണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കഥ നോക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പറയുന്നുണ്ട് ആ ഒരു ഹോസ്റ്റലിൻ്റെ കാര്യം. ദ യൂണിവേഴ്സിറ്റി അപ്പിയേഴ്സ് ടു ഹാവ് ഓപ്പറേറ്റ്സ് 200 റൂംസ്, 80% ഒക്യുപ്പൻസി റേറ്റ്, ഹോസ്റ്റൽ ഫീസ് 6,000. ദ ഹോസ്റ്റൽ ഇൻകം റെക്കോർഡ് എടുക്കണ്ടോ, 1.15 CR പകരം അവർ റെക്കോർഡ് ചെയ്തേക്കുന്നത് എത്ര നോക്കിയാൽ 1.8 CR. നല്ല സിവിയർ ആയിട്ടുള്ള ഓവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഡ്യൂപ്ലിക്കേഷൻ കാരണം സംഭവിക്കാം. ഒരേ കുട്ടിയുടെ ഫീസ് 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു, അങ്ങനെ പല കാരണം കൊണ്ട് സംഭവിക്കാം. സോ വാട്ട് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ബൈ ദ ഓഡിറ്റർ? നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നു അല്ലേ? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ഈ പറയുന്ന നമ്പർ ഓഫ് ഹോസ്റ്റൽ റൂംസ് ഇൻറ്റു ഒക്യുപ്പൻസി റേറ്റ് ഇൻറ്റു മന്ത്ലി റേറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നോൺ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയറാണ്. 1.15 CR ഇസ് എ സ്റ്റാൻഡേർഡ് എമൗണ്ട്. അതിനെ നമ്മൾ ആക്ച്വലി കമ്പയർ ചെയ്യുന്നു, ഡിഫറൻസ് കണ്ടു. സോ വൈ ഡിഡ് ദ ഡിഫറൻസ് ഹാപ്പൻ? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പോസിബിൾ ആൻസേഴ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ? അക്സെപ്റ്റ് ദ റെക്കോർഡ് ഇൻകം അല്ല, അഡ്ജസ്റ്റ് ദി എസ്റ്റിമേറ്റ് അല്ല, കൺക്ലൂഡ് ദാറ്റ് ദി ഇൻകം ഇസ് ഓവർസ്റ്റേറ്റഡ് സോളി ബേസ്ഡ് ഓൺ അനലിറ്റിക്കൽ കമ്പാരിസൺ, ഇൻവെസ്റ്റിഗേറ്റ് ദ വേരിയൻസ്. ദാറ്റ് ഇസ് ദ ആൻസർ. SF 520യുടെ ലാസ്റ്റിൽ പറയുന്ന ടോപ്പിക്കാണ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസസ് വരാം. ഡിഫറൻസസ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ എക്സാമിൻ ചെയ്യാം അല്ലേ? വേറെ ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. സാർ ഓഡിറ്റിംഗ് ഇസ് നോട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ്? അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ. ഓക്കെ, അത് ഓവർ തിങ്കിങ് ആണ്. അങ്ങനെ എന്തിനാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് വെച്ചാൽ എക്സാമിൻ ചെയ്യുക, അഡീഷണലി ചെക്ക് ചെയ്യുക, എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഒന്നും ചെക്ക് ചെയ്യുക. അല്ലാണ്ട് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് കാണുമ്പോഴത്തേക്കും മറ്റേ ഇൻവെസ്റ്റിഗേഷനോട് പോകണ്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി അനലിറ്റിക്കൽ പ്രൊസീജിയർ അപ്ലൈഡ് ബൈ ദി ഓഡിറ്റർ ടു ഇവാലുവേറ്റ് റീസണബിൾനെസ് ഓഫ്? ഈ ഹോസ്റ്റൽ ഫീസിൻ്റെ റീസണബിൾനെസ് ചെക്ക് ചെയ്ത മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കും? അവർ തന്നെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുകയല്ലേ, ഈ റീസണബിൾനെസ് ഓഫ് ഹോസ്റ്റൽ റെൻ്റൽ ഇൻകത്തിനെ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എന്താ വിളിക്കുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ടു ഇവാലുവേറ്റ് ദ റീസണബിൾനെസ് ഓഫ് ഹോസ്റ്റൽ റെൻ്റൽ ഇൻകം? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഓൺലി, റീസണബിൾനെസ് ടെസ്റ്റ് യൂസിങ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ ടു എസ്റ്റിമേറ്റ് എക്സ്പെക്റ്റഡ് ഇൻകം. ഓപ്ഷൻ ബി.
അത് അവർക്ക് കയ്യിൽ നിന്ന് പോയ ക്വസ്റ്റൻ ആണ്, നോക്കണ്ട, അത്രയും സിമ്പിൾ ക്വസ്റ്റൻ വരത്തില്ല. വിത്ത് റെഫറൻസ് ടു ഗിവൺ ഫാക്ട് which aspect of the examining expenses is primarily affected when 75,000 spent on purchase of air conditioners recorded under repairs and maintenance? ഓക്കെ, ജസ്റ്റ് ഒന്ന് കഥ വായിക്കുന്നത് നല്ലതായിരിക്കും. എ സിയുടെ എന്തോ പറയുന്നുണ്ട്, 75,000 എന്നൊക്കെ. നോക്കട്ടെ. വൈൽ എക്സാമിനിങ് സർട്ടൺ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഓർ അനലൈസ് മന്ത്ലി ട്രാൻസ് ഫോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്യൂവൽ, ഹൗ ഫോർ ട്രാവൽ എക്സ്പെൻസ്, റിപ്പയർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ദ 75,000 സ്പെൻഡ് ഓൺ പർച്ചേസ് ഓഫ് an air conditioner for the administrative office has been recorded in the head repairs and maintenance. ഓക്കെ, പർച്ചേസ് ഓഫ് എ സി ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ലെവലിലോട്ട് പോകില്ലേ, മെഷീൻസ് അല്ലേ, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്യുപ്മെൻറ്റ്സോട്ട് പോകേണ്ട സാധനമല്ലേ. 75,000 രൂപയുടെ എയർ കണ്ടീഷണർ വാങ്ങിച്ചേക്കുന്നതിന് റിപ്പയർസിലോട്ട് കാണിച്ചു. ആൻഡ് സം ട്രാവൽ ക്ലെയിംസ് വെർ നോട്ട് അപ്രൂവ്ഡ് അക്കോർഡിംഗ് ടു ഡെലിഗേഷൻ ഓഫ്. ഓക്കെ, സോ യെസ്, വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വിത്ത് റെഫറൻസ് ടു, കണ്ടോ, കഥ വായിച്ചതും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ വിത്ത് reference to given fact, which aspect of examining expense is primarily affected when 75,000 spent on purchase? Which aspect of examining expense? ഇത് റവന്യൂ നേച്ചറിലത്തെ എക്സ്പെൻസ് അല്ലല്ലോ. ക്യാപിറ്റലൈസ് ചെയ്യേണ്ട സാധനം റവന്യൂ ആക്കി കാണിക്കുന്നത് RF പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ്. സോ യെസ്, വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? സോ വെദർ ദി എക്സ്പെൻഡിച്ചർ പെർട്ടൈൻസ് ടു കറന്റ് പീരിയഡ് അല്ല, ഇവിടെ കട്ട് ഓഫിൻ്റെ പ്രശ്നമല്ല. വെദർ എക്സ്പെൻഡിച്ചർ വാസ് സപ്പോർട്ടഡ് ബൈ അല്ല, വെദർ എക്സ്പെൻഡിച്ചർ ക്വാളിഫൈഡ് ആസ് റവന്യൂ. Is this expenditure qualifying as revenue? No, it's not a revenue expenditure. So it's a capital expenditure. Whether the expenditure qualified as revenue and not capital expenditure, ആ ഒരു ആസ്പെക്റ്റ് ആണ് ഇവിടെ തെറ്റിയേക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ അവർ റവന്യൂ ആയിട്ട് കാണിക്കുകയാണ്. RF പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി. അടുത്ത കേസ്, മൂന്നാമത്തെ കേസ് സ്റ്റഡി. ഇതിലുണ്ട് 4 ക്വസ്റ്റൻസ്. നമുക്ക് കഥ വേണമെങ്കിൽ മാത്രം വായിക്കാം. നേരെ ക്വസ്റ്റിലോട്ട് വരുന്നു. Consider the fact in the given case regarding relationship between outstanding balance in the CC account and drawing power. Okay, bank audit question ആണ്. Okay, how should the auditor evaluate the status of the account? കണ്ടോ, how should the auditor evaluate the status of the account? ഏത് അക്കൗണ്ട്, എന്ത് അക്കൗണ്ട്, എവിടത്തെ അക്കൗണ്ട്, ആരുടെ അക്കൗണ്ട് നമുക്ക് അറിയത്തില്ല. കഥ വായിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നിവർത്തിയില്ല കഥ വായിക്കാന്നല്ലാണ്ട് ചാടിക്കറി കഥ വായിക്കേണ്ട. അപ്പം നമുക്ക് നോക്കാം. ആർഡൻറ്റ് പ്രിസിഷൻ കോമ്പണൻസ് എന്നുള്ളൊരു ക്ലയൻറ്റിൻ്റെ കഥയാണ് ഈ പറഞ്ഞേക്കുന്നത്. ആർഡൻറ്റ് പ്രിസിഷൻ കോമ്പണൻസ് ഹാസ് ബീൻ സാങ്ഷൻഡ് എ ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് 10 കോടി. As per the sanction terms, borrower is required to submit monthly stock statements, okay, with which the bank will compute the drawing power. Okay, fine. During the branch audit as on 31st March, the auditor observed that the branch has computed drawing power. Okay, drawing power എത്രയുണ്ട്? 8.2 CR ഉണ്ട്. ഡ്രോയിങ് പവർ സാങ്ഷൻ ലിമിറ്റ് 10 കോടിയാണ്. ഓക്കെ, സോ വി ഹാവ് ദ സാങ്ഷൻ ലിമിറ്റ്. അത് മാത്രം വേണ്ട ഡീറ്റെയിൽസ് എഴുതി വയ്ക്കാം. സാങ്ഷൻ ലിമിറ്റ് 10 CR ആണ്. ആൻഡ് ഡ്രോയിങ് പവർ വന്നിട്ട് എത്രയാണ്? 8.2 CR ആണ്. 8.2 CRൻ്റെ ഡ്രോയിങ് പവർ ഉണ്ട്. During the branch audit as on 31st March, the auditor observed that the branch has computed drawing power of 8.2 based on stock statements dated 30th November. ഒരു മിനിറ്റ്, അവിടെ ചെറിയൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. November 30th കഴിഞ്ഞിട്ട് പിന്നെ December, Jan, Feb 3 മാസം കഴിഞ്ഞിട്ടല്ലേ മാർച്ച് വരുന്നത്. നമ്മൾ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, സ്റ്റോക്ക് ഇൻവെൻട്രീനെയൊക്കെ നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കാരണം ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുമ്പോൾ നൈദർ ദി പൊസഷൻ നോർ ദ ടൈറ്റിൽ ഇസ് ട്രാൻസ്ഫർ ടു ദ ബാങ്ക് അല്ലേ. ഹൈപ്പോത്തിക്കേഷൻ അറേഞ്ച്മെൻറ്റിൽ ഈ ഇൻവെൻട്രീനെ ഹൈപ്പോത്തിക്കേറ്റാണ് ചെയ്യുക. ഇപ്പോൾ ഈ ബാങ്ക് പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ പൈസക്കെതിരെയായിട്ടുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇൻവെൻട്രിയാണ്. ഇൻവെൻട്രിയുടെ പൊസഷനും ബാങ്കിന് കിട്ടുന്നില്ല, ഇൻവെൻട്രിയുടെ ടൈറ്റിലും കിട്ടുന്നില്ല. ഇറ്റ് ഇസ് എ ഹൈപ്പോത്തിക്കേഷൻ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ബാങ്ക് 5 CR മുകളിലോട്ടുള്ള എക്സ്പോഷർ ആണെങ്കിൽ സ്റ്റോക്ക് ഓഡിറ്ററിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിക്കും ക്ലയൻറ്റിൻ്റെ പ്രിമൈസിൽ പോയിട്ട്. അതേപോലെ ഈ ക്വാർട്ടർലി സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇറ്റ്സ് ക്വാർട്ടർലി ദ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രാക്ടിക്കലി നിങ്ങൾ ആർട്ടിഫിഷ്യൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും എല്ലാ മാസവും ബാങ്ക് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യപ്പെടുന്നതായിട്ട്. ഇനിയിപ്പോൾ എല്ലാ മാസവും ഇല്ലെങ്കിലും ദ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ഷുഡ് നോട്ട് ബി, ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ ഷുഡ് നോട്ട് ബി ഡൺ ഓൺ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ്സ് മോർ ദാൻ വിച്ച് ഇസ് ഓൾഡർ മോർ ദാൻ 3 months. 3 മാസത്തിൽ കൂടുതൽ പഴയത് അക്സെപ്റ്റബിൾ ആക്കാൻ പാടില്ല. ഇവിടെ 30th നവംബറിലത്തെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് 31st മാർച്ചിൽ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. അത് അവിടെ ഒരു സീരിയസ് ഇറഗുലാരിറ്റി ഉണ്ട്. ആ ഒരു ആസ്പെക്ട് മനസ്സിൽ വെക്കാം. However, the outstanding balance in the CC account was 8.6. ഓക്കെ, അപ്പോൾ വീണ്ടും തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോയിങ് പവർ 8.62 അല്ലേ ഉള്ളൂ. ഇപ്പോൾ സാങ്ഷൻ ലിമിറ്റോ ഡ്രോയിങ് പവർ വിച്ച് എവർ ലോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇപ്പോൾ ഇതിനെ എക്സീഡ് ചെയ്ത് പോയിരിക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇപ്പോൾ എത്രയാണ്? 8.6 CR ആണ്. നൗ CCOD അക്കൗണ്ടുകളിൽ എന്താ സംഭവിക്കുക? ഇഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇസ് മോർ ദാൻ ദ സാങ്ഷൻ ലിമിറ്റ്, ബാങ്ക് സ്പെസിഫൈ ചെയ്യുന്ന സമയത്തിനകത്ത് ആ എക്സസ് പോർഷൻ തിരിച്ചടക്കണം.
അവിടെ 90 days കണക്കല്ല, ബാങ്ക് സ്പെസിഫൈ ചെയ്യുന്ന പീരീഡിനകത്ത് ആ എക്സസ് പോർഷൻ അടച്ചിട്ടില്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് മാറും. ഔട്ട് ഓഫ് ഓർഡർ ആകുമ്പോൾ NPA എന്നുള്ള ലോജിക്കാണ് അവിടെ വരുന്നത് അല്ലേ. സോ ഫർദർ എക്സാമിനേഷൻ റിവീൽ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഹാഡ് റിമെയിൻ കണ്ടിന്യൂസ്ലി അബവ് ദ ഡ്രോയിങ് പവർ for more than 90 days preceding the balance sheet date while reviewing the borrower's records. So yes, 90 days അവിടെ കൺഫ്യൂസിങ് ആയി പോയി തരുന്നതാണ്. ലിമിറ്റ് എക്സീഡ് പോയി കഴിഞ്ഞപ്പോൾ 90 days അല്ല, ബാങ്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ചിലപ്പോൾ ബാങ്ക് 90 days സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ യെസ് വി ആർ ഡീലിംഗ് വിത്ത് എൻ NPA. അതാണ് എൻ്റെ ആൻസർ. നമുക്ക് കുറച്ചോട്ട് വരാം. So how should the auditor evaluate the status of the account? It is out of order, so NPA. Account should be treated as out of order since the outstanding balance remain continuous in excess of the drawing power for the bank specified period. Option B is the answer. 9th question. While evaluating the security position of the CC account as in the reporting date, auditor noted that drawing power had not been computed using stock statements that was not contemporaneous. Contemporaneous എന്ന് വെച്ചാൽ എന്താ? I see just messing with words here. Keyword ഒന്നുമല്ല, ഓഡിറ്റ് വേർഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് യൂസേജ്. കണ്ടംപററി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അനുകാലികം അല്ലേ, ഈ അടുത്ത് വരുന്നത് നമുക്ക് റെലവൻറ്റ് പീരീഡ് എന്നൊക്കെയാണ് കണ്ടംപററി സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ. ആ വീട് കണ്ടംപററി സ്റ്റൈലാണ്, പെയിൻറ്റിങ് കണ്ടംപററി എന്നൊക്കെ പറയും. കണ്ടംപററി അനുകാലികം, ഈ അടുത്ത കാലത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഈ പുതിയ മോഡേൺ എറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടംപറേനിയസ് വിത്ത് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഈ നമ്മുടെ ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും റീസെൻറ്റ് പീരീഡ് അല്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ ക്വസ്റ്റനിലത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇത് വളരെ പഴയ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. സോ അതിൻ്റെ പ്രശ്നമുണ്ട്. ദ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വാസ് നോട്ട് കണ്ടംപറേനിയസ് വിത്ത് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് അല്ല, അപ് ടു ഡേറ്റ് അല്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർ അങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിച്ചാൽ മതി. ചുമ്മാ വെറുതെ കണ്ടംപറേനിയസ് ഒക്കെ ചുമ്മാ വെറുതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കീവേഡൊന്നുമില്ല. ഓക്കെ, നമ്മൾ അങ്ങനത്തെ എത്ര വാക്കുകൾ ഇപ്പോൾ ഓഡിറ്റിങ്ങിലൂടെ മാത്രം നിങ്ങൾ കേട്ടിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് വാക്കുണ്ടാവില്ലേ. കീവേഡ്സ് ഇപ്പോൾ സഫീഷ്യൻ്റ്, അപ്രോപ്രിയേറ്റ്, പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്, സഫീഷ്യൻ്റ്, അപ്രോപ്രിയേറ്റ്, അങ്ങനത്തെ വാക്കുകളല്ല. അതല്ലാണ്ട് തന്നെ വേറെ രസകരമായിട്ടുള്ള കുറേ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടില്ലേ. കൺസെൻഷ്യസ്ലി, മറ്റേ ഇൻഡിപെൻഡൻസ് തിയറിയിൽ പഠിച്ചിട്ടില്ലേ. വി ഹാവ് ടു സീ വെദർ ബിഫോർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ് വി ഹാവ് ടു സീ വെദർ കൺസെൻഷ്യസ്ലി സീ വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു റിസൾട്ട് ഇൻ എനി ത്രെറ്റ്. കൺസെൻഷ്യസ്ലി എന്ന് വെച്ചാൽ കോൺഷ്യസ്ലി എന്നേ അർത്ഥമുള്ളൂ, കൺസെൻഷ്യസ്ലി. പിന്നെ അതേപോലെ SA 510 നമുക്കൊരു പെറൂസ് ഉണ്ട്. പെറൂസ് ദ ലേറ്റസ്റ്റ് ഇൻഡർ FS എന്നൊക്കെ പറഞ്ഞിട്ട് പെറൂസ്. പിന്നെ നമുക്ക് അതേപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു വാക്ക്, അത് കുറച്ചും കൂടി കോമൺ ആണ്, ട്രിവിയൽ എന്ന് പറയും. ട്രിവിയൽ വാക്ക് SA 450 കാണുന്നുണ്ടല്ലോ. അഗ്രിഗേറ്റ് ഓൾ ദ മിസ്റ്റേക്മെന്റ്സ് ഐഡന്റിഫൈഡ് അതർ ദാൻ ദോസ് ആർ കൺസിഡർഡ് ക്ലിയർലി ട്രിവിയൽ. ഇതൊക്കെ കീവേഡ്സ് അല്ല, പക്ഷെ ഓഡിറ്റിംഗിൽ ഓക്കെ വൈ നോട്ട് യൂസ് ചെയ്യുന്നതിൽ പുതിയ വാക്ക് യൂസ് ചെയ്യല്ലോ. ട്രിവിയൽ കുറച്ചുകൂടി കോമൺ, എന്നാലും ട്രിവിയൽ മാറ്റേഴ്സ് എന്നൊക്കെ ഇടയ്ക്ക് പറയും. എന്നാലും എപ്പോഴും കോമൺ യൂസേജ് നമ്മൾ വരത്തില്ലല്ലോ. പിന്നെ നമ്മൾ 24 മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിച്ച് നടക്കുമല്ലോ. അതേപോലെ എനിക്ക് വേറൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു വാക്ക്, ഇതുപോലത്തെ ഒരു ഫാൻസി വാക്ക്, പ്ലോസിബിൾ. SA 520 പ്ലോസിബിൾ റിലേഷൻഷിപ്പ്. അനലിറ്റിക്കൽ പ്രൊസീജിയർ ഇസ് ദ ഇവാലുവേഷൻ ഓഫ് എവറി പോസിബിൾ എന്ന് പറഞ്ഞാൽ മതി, സെയിം മീനിങ് തന്നെയാണ്, ബട്ട് ദേ വോണ്ട് ടു യൂസ് ദ വേർഡ് പ്ലോസിബിൾ. അതേപോലെ ഇവിടെ കണ്ടംപറേനിയസ് ലൈക്ക് റീസെൻറ്റ് എന്ന ഡേറ്റ് ഉണ്ട്. സോ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വൈൽ ഇവാലുവേറ്റിംഗ് ദ സെക്യൂരിറ്റി പൊസിഷൻ the author noted that the drawing power had been computed using stock statements that was not contemporaneous. അതുകൊണ്ട് എന്താ പ്രശ്നം? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺക്ലൂഷൻ വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അതുകൊണ്ട് ഏത് കൺക്ലൂഷനാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ബാങ്കിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, അതാണ് കൺക്ലൂഷൻ. ദ ബോറോയിങ് പൊസിഷൻ മേ നോട്ട് ബി റിലയബിൾ സിൻസ് ഇറ്റ് ഇസ് ബീയിങ് ഇവാലുവേറ്റഡ് ബേസ് ഓഫ് ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ. ദ അക്കൗണ്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റെഗുലർ അല്ല. ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് അല്ല. ഓഡിറ്റർ ഷുഡ് റിലൈ ഓൺലി ഓൺ ദ ഓഡിറ്റ് FS അല്ല. സോ ഇറ്റ്സ് ഓപ്ഷൻ എ ആണ് ആൻസർ. ദ ബോറോയിങ് പൊസിഷൻ മേ നോട്ട് ബി റിലയബിൾ, കാരണം അവനത്രയും വിഡ്രോ ചെയ്യാനുള്ള പവർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് തന്നെയാണ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അവർ കേസ് സ്റ്റഡി കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യെസ് ഐ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ലിറ്റിൽ ബിറ്റ് ഇൻറ്റിമിഡേറ്റിംഗ്. ഞാൻ നിങ്ങളോട് ആദ്യമേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ യു ടു ചെക്ക് വെദർ ആർ യു ഗെറ്റിംഗ് ഇൻറ്റിമിഡേറ്റഡ്. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം അയ്യോ ഇത് ഭയങ്കര കോംപ്ലക്സ് ആണല്ലോ, ആൻസർ അങ്ങനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീ പറയുന്ന ആൻസർ മറ്റേതും തെറ്റാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട്, ഓക്കെ ഞാൻ പറയുന്നു ആൻസർ കേൾക്കുന്നു, അങ്ങനെ പോകും. യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ത്രൂ ദി പ്രോസസ് ആൻഡ് ദെൻ സി ഹൗ മച്ച് യു ആർ ഏബിൾ ടു കോംപ്രിഹെൻഡ് ദി ലോജിക് ആൻഡ് ഓൾ. എന്നിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത്, ആൻസർ കേൾക്കുന്ന സമയത്ത് കുറേയും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കൂൾ മൈൻഡ് എടുത്തിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളത്. വലിയ കാര്യമൊന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇതിൻ്റെ ഓർഡർ നോട്ട് ദ പോർഷൻ ഓഫ് ദ ഇൻവെന്ററി കൺസിഡേർഡ് വൈൽ ഡിറ്റർമിനിങ് ഡ്രോയിങ് പവർ വാസ് സ്റ്റേറ്റഡ് ടു ബി ലൈങ് അറ്റ് എ തേർഡ് പാർട്ടി വെയർ ഹൗസ്.
And also observe the difference between stock reported to bank and the stock appearing and also report. Okay, അപ്പോൾ ആകെപ്പാടെ പ്രശ്നമാണല്ലോ. ക്ലയൻറ്റ് ലോൺ എടുത്തിട്ടുണ്ട്, ഹൈപ്പോത്തിക്കേഷനാണ്. ആ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്ഡേറ്റ് അല്ലാതെ മാത്രമല്ല, സ്റ്റോക്ക് ക്ലയൻറ്റിൻ്റെ പ്രിമൈസസിലില്ല, തേർഡ് പേഴ്സൻ്റെ കയ്യിലാണ്. മാത്രമല്ല അവൻ റെക്കോർഡ് ചെയ്തേക്കുന്ന അമൗണ്ടും ഇവിടെ കൊടുക്കുന്ന അമൗണ്ടും ഡിഫറൻസും ഉണ്ട്. ആകെപ്പാടെ പ്രശ്നമാണ്. While reviewing the borrower's records, the auditor compared the stock value appearing in the audited FS for the year 31st March with the stock value reported in the stock statement submitted to the bank and noticed significant difference. Further examination revealed that inventory worth 2 CR, which has been considered by the branch while computing report, was stated to be lying at the hands of a third party. How the branch has not obtained any confirmation from the third party. Okay, അടിപൊളി, നല്ല സിറ്റുവേഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇസ്, അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, ലോൺ കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഹൈപ്പോത്തിക്കേറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഹൈപ്പോത്തിക്കേഷൻ ആയതുകൊണ്ട് സെക്യൂരിറ്റി നിൽക്കുന്ന ക്ലയൻറ്റിൻ്റെ പ്രിമൈസസിലാണ് ആകേണ്ടിയിരുന്നത്. പക്ഷേ ആ സ്റ്റോക്ക് ക്ലയൻറ്റിൻ്റെ പ്രിമൈസിലും ഇല്ല, അത് ക്ലയൻറ്റ് വേറെ ഏതോ വെയർ ഹൗസിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ക്ലയൻറ്റിൻ്റെ റെക്കോർഡ്സ് പ്രകാരം അവൻ്റെ ഓഡിറ്റർ ഓഫീസ്, ക്ലയൻറ്റ് അല്ല സോറി, കസ്റ്റമർ, ബാങ്കിൻ്റെ കസ്റ്റമർ, ആ കസ്റ്റമറിൻ്റെ മറ്റേ ഓഡിറ്റഡ് എഫ് എസ് പ്രകാരമുള്ള കണക്കും ബാങ്കിന് കൊടുക്കുന്ന സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിൽ ഡിഫറൻസും ഉണ്ട്. പ്ലസ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഔട്ട്ഡേറ്റഡുമാണ്. അങ്ങനത്തെ ഒരു സിവിയർ ഇൻറ്റേർണൽ കൺട്രോൾ ഫെയിലിയറിലാണ് ഗവൺമെൻറ് ബാങ്ക് നിൽക്കുന്നത് ഇവിടെ. So the question during the audit noted that a portion of the inventory. Okay. So considering these facts, which of the following audit procedure would be most effectively address the risk arising in this situation? നേരിട്ട് പോയിട്ട് തേർഡ് പേഴ്സൺ കൺഫർമേഷൻ വാങ്ങിക്കണം. റിലൈ ഓൺ ദ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റഡ് ബൈ ദ ബോറോവർ, ഒരിക്കലും പറ്റത്തില്ല. അക്സെപ്റ്റ് ദ മാനേജ്മെന്റ് റിപ്രസെഷൻ, ഒരിക്കലും അല്ല. ഒബ്റ്റെയിൻ കൺഫർമേഷൻ ഫ്രം ദ തേർഡ് പാർട്ടി, ദാറ്റ് ഇസ് ദി ആൻസർ. ഈ സ്റ്റോക്ക് ഇസ് ലൈങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് തേർഡ് പാർട്ടി, അതിപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് പൈസ കൊടുത്തിട്ടുള്ള ആളായിക്കോട്ടെ, വി ഹാവ് ടു കൺഫേം ദിസ്, അത് ചെയ്തേ പറ്റൂ, അല്ലേ? അതാണ് ആൻസർ. Next question, the auditor accumulated the difference identified between the stock reported to the bank and the stock appearing in the audited FS and noted that the aggregate misstatement was approaching the materiality level determined for the audit. Okay, nice. So management decided not to make any adjustments in the FS. So we have uncorrected misstatements here. അതായത് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രകാരം മറ്റേ ബാങ്കിൻ്റെ കസ്റ്റമർ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്ന അമൗണ്ടും അവൻ്റെ എഫ് എസിലത്തെ അമൗണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് ആ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറൻസ് അത് നമ്മുടെ OM മെറ്റീരിയാലിറ്റി ലെവൽസിനെ, ഓവറോൾ മെറ്റീരിയാലിറ്റിനെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ ലൈറ്റ് ഓഫ് ദീസ് സിറ്റുവേഷൻ, വാട്ട് ഷുഡ് ദി ഓഡിറ്റർ പ്രൈമർലി കൺസിഡർ വൈൽ ഇവാലുവേറ്റിംഗ് ഇംപ്ലിക്കേഷൻ ഓഫ് ദി ഓഡിറ്റ്? Conclude that the FS are materially misstated without further evaluation, ഒരിക്കലും അല്ല. Evaluate whether the uncorrected misstatements are material individually or aggregate. Yes, SA 450 ലോജിക് ആണ്. ഈ പറയുന്ന അൺകറക്റ്റഡ് മിസ്റ്റേക്സ് തിരുത്താൻ മാനേജ്മെന്റ് പറഞ്ഞു, ബാങ്കിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആ മിസ്റ്റേക്സ് തിരുത്തണമെന്ന്, തിരുത്തുന്നില്ല. സോ വി ഹാവ് ടു സീ വെദർ അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഇസ് ഗോയിങ് ടു എക്സീഡ് അവർ OM ലെവൽസ്. SA 450 ലോജിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, during the discussions on the above matters, the branch manager suggested that the auditor should avoid reporting the irregularity so that the borrower's banking relationship is not affected. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ which of the following ethical principle will be affected? നമ്മുടെ സത്യസന്ധതയും നിഷ്പക്ഷതയും അവിടെ അഫക്റ്റഡ് ആയിട്ട് പോവും. അവിടെ ഇൻറ്റിഗ്രിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. സോ ഇത് നല്ലൊരു കേസ് സ്റ്റഡിയാണ് കേട്ടോ. ഈ കേസ് സ്റ്റഡിയിൽ മൾട്ടിപ്പിൾ ബാങ്ക് ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, SA 200 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാക്സിമം അങ്ങനെ വെറൈറ്റി പിടിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയി തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കഴിഞ്ഞു. ഇനി ജനറൽ MCQs ആണ്. 13, 14, 15 ഇസ് ജനറൽ MCQs. ഓക്കെ, കേസ് സ്റ്റഡീസ് കഴിഞ്ഞു. BCD ലിമിറ്റഡ് എൻഗേജ് ഇൻ മാനുഫാക്ചറിംഗ് ഇലക്ട്രോണിക് കോമ്പണൻസ് ഡ്യൂറിംഗ് ദി ഓഡിറ്റ്. ഇതും കേസ് സ്റ്റഡി പോലെ തന്നെ ഉണ്ടല്ലോ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ല, കേസ് സ്റ്റഡി അല്ല, വലിയ ക്വസ്റ്റ്യൻ ആണേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് കഥ വായിക്കണോ വേണ്ട തീരുമാനിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ബേസിസ് ഫോർ ദി ഓഡിറ്റ് ഡിസിഷൻ റിഗാർഡിംഗ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ വായിച്ചു നോക്കാം, കാരണം നമുക്കറിയാലോ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നും അത് എപ്പോൾ ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാലോ. സോ ആ ഒരു നോളജ് വെച്ചിട്ട് ലെറ്റ് us ഗോ ത്രൂ ദി ഓപ്ഷൻസ് ഫസ്റ്റ്. എന്നിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ടും അത് ഭയങ്കര സിറ്റുവേഷൻ ബേസ്ഡ് ആണെങ്കിൽ മൊത്തം കഥ വായിക്കാം. സബ്സ്റ്റാൻറ്റീവ് ഒളിഗൽ പ്രൊസീജിയർ മസ്റ്റ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് TOD. ഒരിക്കലും അല്ല, TOD പകരമല്ല അനലിറ്റിക്സ്. അനലിറ്റിക്സിന് ശേഷം അനലിറ്റിക്സിലത്തെ ആൻസറിൻ്റെ ഡിഫറൻസസ് ഉണ്ടോ എന്ന് അനുസരിച്ചാണ് നമ്മൾ TOD ഡിസൈൻ ചെയ്യുക. സോ അനലിറ്റിക്കൽ പ്രൊസീജിയർ മസ്റ്റ് ഓൾവേസ് ബി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് TOD is wrong. Auditor decides whether to use TOD analytical procedures or a combination of both based on judgment regarding their expected effectiveness and efficiency in reducing the risk to an acceptable. B തന്നെയാണ് പെർഫെക്റ്റ് ഫ്രെയിമിംഗ് വന്നേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ TOD അനലിറ്റിക്സ് അത് ഏത് കോണ്ടെക്സ്റ്റിൽ ചെയ്യും, എത്രമാത്രം ചെയ്യും, ദാറ്റ്സ് എ മാറ്റർ ഓഫ് ജഡ്ജ്മെന്റ്, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. റിസ്ക് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും എവിഡൻസ് കിട്ടുക, അതാണ് എൻ്റെ ഉദ്ദേശം. അനലിറ്റിക്കൽ പ്രൊസീജിയർ ക്യാൻ ഓൺലി ബി യൂസ്ഡ് വെൻ കൺട്രോൾ റിസ്ക് ഇസ് ലോ. അങ്ങനെയൊന്നുമില്ല. അനലിറ്റിക്കൽ പ്രൊസീജിയർ ക്യാൻ ഓൺലി ബി യൂസ്ഡ് വെൻ കൺട്രോൾ റിസ്ക് ഇസ് അസസ്ഡ് ആസ് ലോ.
ഇല്ല, അങ്ങനെയില്ല. റിസ്ക് കുറവാണെങ്കിൽ മാത്രം ഇല്ല. TOD are mandatory for all material account balance irrespective of the auto assessment. Test of details are mandatory for all material account balances-ഉം എപ്പോൾ നിർബന്ധമില്ല. അനലിറ്റിക്സ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് അധികം TOD ചെയ്യുക. സോ ഇറ്റ്സ് ഓപ്ഷൻ ബി. കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. Then 14th question, CD limited in the question ഉണ്ട്. Which of the following statement correctly reflects the application of materiality? SA 320 materiality ആയിട്ട് based ആയിട്ടുള്ള question ആണ്. You notice this pattern. I am not reading the question at all. Like questions of അത് വായിക്കേണ്ട ആവശ്യമില്ല. SA 320യിലത്തെ ആപ്ലിക്കേഷൻ ഓഫ് മെറ്റീരിയാലിറ്റിക്ക് ബേസ്ഡ് ആയിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇഫ് യു നോ SA 320 യു ഡോണ്ട് ഹാവ് ടു ലൈക്ക് സ്ട്രേറ്റ് കഥ വായിക്കേണ്ട ആവശ്യം. ക്വസ്റ്റ്യൻ കൊണ്ട് വരാലോ. മെറ്റീരിയാലിറ്റി ഈസ് ഡിറ്റർമിൻ ഓൺലി അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കനോട്ട് ബി റിവൈസ് ലേറ്റർ. അല്ല, SA 320 പറയുന്നുണ്ട് മെറ്റീരിയാലിറ്റി റിവൈസ് ചെയ്യണം. ഓൺലി ഇൻഡിവിജ്വൽ മെറ്റീരിയൽ മിസ്റ്റേക്ക് നീഡ് ടു ബി കൺസിഡർഡ്. അല്ല, പെർഫോമൻസ് മെറ്റീരിയലിന്റെ കൺസെപ്റ്റ് എന്താണ്? ഈ മറ്റേ നമ്മുടെ OMന്റെ താഴെ സംഭവിക്കാവുന്ന മിസ്റ്റേക്മെന്റ്സ് ഈ ഓൾദോ ഇൻഡിവിജ്വലി OMന്റെ താഴെങ്കിലും ഇൻ അഗ്രിഗേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, അതല്ലേ? സോ ബി തെറ്റാണ്, എ തെറ്റാണ്. മെറ്റീരിയൽ ഈസ് അപ്ലൈഡ് ഇൻ ദ പ്ലാനിങ്, പെർഫോമിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി ഓഡിറ്റ് ഇൻക്ലൂഡിങ് അസസിങ് ഓഫ് അൺകറക്റ്റഡ് മിസ്റ്റേക്സ്. യെസ്, ദാറ്റ് ഇസ് ദി ആൻസർ. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇനീഷ്യൽ ഫേസിൽ ഫിക്സ് ചെയ്യുന്ന സംഭവമാണ്. ഇനീഷ്യൽ ഫേസിലെ മെറ്റീരിയാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത്, സ്ട്രാറ്റജിയും പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വിൽ ഫിക്സ് ദ മെറ്റീരിയാലിറ്റി ഫോർ ദി FS ആസ് എ ഹോൾ ആൻഡ് മെറ്റീരിയാലിറ്റി ഫോർ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്. അതായത് OM ഉം PM ഉം തീരുമാനിക്കും, ഡിസൈഡ് ചെയ്യും ഇനീഷ്യൽ ഫേസിൽ. ആൻഡ് ഈ ഇനീഷ്യൽ ഫേസിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ള OM ഉം PM ഉം എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുക? എക്സിക്യൂഷൻ ഫേസിൽ SA 330 FAP ചെയ്യുന്ന സമയത്ത് നമ്മൾ PM യൂസ് ചെയ്യുന്നുണ്ടാവും. SA 450 ഇവാലുവേഷൻ ഓഫ് മിസ്റ്റേക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ OM യൂസ് ചെയ്യുന്നു. സോ മെറ്റീരിയാലിറ്റി ഹാസ് ഇസ് ആപ്ലിക്കേഷൻ റെലവൻസ് ത്രൂ ഔട്ട് എവറി സ്റ്റേജസ് ഓഫ് ഓഡിറ്റ്. ഇതും നമ്മളുടെ ലെക്ചർ ഔട്ടിൽ കാണാൻ വേണ്ടി പറ്റും. ഓർ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ടുണ്ടാവും. SA 320 സ്റ്റാർട്ടിംഗ് പേജ് നോക്കിയാൽ മതി. അവിടെ ഒന്നെങ്കിൽ ലെക്ചർ ഔട്ട് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബുക്കിൽ. അത് ഓരോ ക്ലാസ്സിൽ ഓരോ പോലെ പോയേക്കുന്നത്. ഓക്കെ, ആ കണ്ടന്റ് ആണ്. മെറ്റീരിയാലിറ്റി ഇസ് റെലവൻറ്റ് ഇൻ എവറി സ്റ്റേജസ് ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. 15th question, A Limited is engaged in manufacturing operations and has significant WIP inventory at the year end. During the audit, the auditor evaluates measurement of stages of production basis of estimates, inclusion of cost of materials. Okay, which of the following audit observation indicates inappropriate valuation of WIP? WIP valuation inappropriate ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലെന്താ? ഇത് ഓഡിറ്റർ ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. ഈ റോ മെറ്റീരിയൽസ്, FG, WIP, അതിൻ്റെ കോസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദി ആൻസർ ഇസ് റോങ്. യു ഹാവ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഡിറ്റ് ഒബ്സർവേഷൻ ഇൻഡിക്കേറ്റ്സ് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണ്? വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ മെഷേർഡ് ആൻഡ് വെർ എസ്റ്റിമേറ്റ്സ് ആർ മെയ്ഡ് ബേസിസ് ഫോർ എസ്റ്റിമേറ്റ്. ഇത് നടത്തേണ്ട ആവശ്യമുണ്ട്, ഇത് ചെയ്യണം. ദാറ്റ് ഈസ് എ വാലിഡ് പ്രൊസീജിയർ. അതിൽ പറയുന്നുണ്ട് ഓവർ ഹെഡ്സ് ഇൻക്ലൂഡഡ് ഇൻ WIP ആർ ബേസ്ഡ് ഓൺ മെത്തേഡ് കൺസിസ്റ്റന്റ് വിത്ത് ദ കോസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ. യെസ്. ഓഡിറ്റർ ഹാസ് അസർട്ടൈൻഡ് ദാറ്റ് വാട്ട് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഇൻക്ലൂഡ് WIP. യെസ്. എയും ബിയും സിയും നമ്മൾ WIPയിൽ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. സോ ഒബ്വിയസ്ലി ഡി ആയിരിക്കണം ആൻസർ. മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ WIP ഷുഡ് ഇൻക്ലൂഡ് അബ്നോർമൽ വേസ്റ്റേജ്. ഒരിക്കലും ഇല്ല, നോർമൽ വേസ്റ്റ് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. അബ്നോർമൽ വേസ്റ്റ് ലോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നത് ബേസിക് AS2 റിക്വയർമെൻ്റ് ആണ്. സോ ദിസ് ഇസ് ദ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. മെറ്റീരിയൽ കോസ്റ്റ് വിൽ ഇൻക്ലൂഡ് അബ്നോർമൽ എന്ന് പറയുന്നത് ഇറ്റ്സ് റോങ്. വിൽ നോട്ട് ഇൻക്ലൂഡ് അബ്നോർമൽ കോസ്റ്റ് ആണ്. സോ യെസ്, അതാണ് നമ്മളുടെ MTP 1 May 26 കേസ് സ്റ്റഡി MCQസിൻ്റെ ടോപ്പിക്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ദി ആൻസേഴ്സ്. സ്റ്റിൽ ഇഫ് യു ഹാവ് നോട്ട് ലുക്ക്ഡ് അറ്റ് ദി MTP, അറ്റ്ലീസ്റ്റ് ഈ സ്റ്റേജിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ MCQs ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആൻസേഴ്സ് ഒരു വട്ടം കേട്ടല്ലോ, ഇനി ജസ്റ്റ് ഒരു 2 minutes ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോയിട്ടേ ആ MTP 1 ക്വസ്റ്റൻസ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആൻഡ് ട്രൈ ടു സീ ഇഫ് യു ഗെറ്റിംഗ് ദി ആൻസേഴ്സ്. സിമ്പിളായിട്ട് തോന്നും. എന്നിട്ട് ആ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസും ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. ക്വസ്റ്റൻസ് മാത്രം നോക്കി ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. Okay, let us continue with the descriptive part of the questions. Question number 1A. WXY Biotech Limited is engaged in manufacturing specialized pharmaceutical product. The company introduced a new product using advanced technology. Okay, അവർക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ ദം. അവർക്ക് ഗോയിങ് ഗൺസ് എന്നൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കും. എക്സ്പാൻഷൻസ് ഉണ്ട്. They entered into a complex revenue sharing agreement with a foreign distributor. അപ്പോൾ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് സംതിങ് കോൾഡ് ആസ് എ ഇൻഹെറൻറ്റ് റിസ്ക്. അവിടെ ഒരു ഇൻഹെറൻറ്റ് റിസ്കിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. കോംപ്ലക്സ് ട്രാൻസാക്ഷൻസിൽ മിസ്റ്റേക്മെൻറ്റ് സംഭവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി എലമെൻറ്റ് ഭയങ്കര ഹൈ ആണ്, അല്ലേ?
They also adopted a new accounting standard. Early adaptation of accounting standards, accounting policy also can lead towards what? Inherent risk. ഇതൊക്കെ നമ്മുടെ ഈ ഓഡിറ്റ് റിസ്ക് തിയറിയിൽ ഇൻഹെറന്റ് റിസ്കിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന ടോപ്പിക്സ് ഇതല്ല. The client is operating in an industry where several companies have recently faced insolvency due to regulatory restrictions. So we have a business risk also. Okay, business risk will eventually turn towards what? Inherent risk. So yes, ROMMൻ്റെ വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഇൻഹെറന്റ് റിസ്കിൻ്റെ 3 സിറ്റുവേഷൻസ് ആണ് ഈ ഇവിടെ കാണുന്നത്. The management has implemented controls over the accounting and financial reporting. Okay, fine. The audit team is in the process of identifying, assessing ROMM. Explain the concept of inherent risk and discuss how it is relevant in the above case. So ആദ്യം എന്താ പറയേണ്ടത്? ആസ് പെർ എസ് എ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഓഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഇൻഹെറന്റ് റിസ്ക് എന്താണ്? ആദ്യം ഓഡിറ്റ് റിസ്ക് കോട്ട് ചെയ്യുക. ലൈക്ക് audit risk is the risk that auditor will express an opinion, inappropriate opinion, especially when the FS is materially misstated. And audit risk happens when രണ്ട് കാര്യങ്ങളുള്ളപ്പോൾ എന്തൊക്കെയാണ്? when there is ROMM and detections come together, it becomes what? ഇത് രണ്ടും ഒത്തു വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഓഡിറ്റ് റിസ്ക് സംഭവിക്കത്തുള്ളൂ. ആൻഡ് ROMM is the risk that the FS could be materially misstated before ഓഡിറ്റ്. ഒരു ഓഡിറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് FSനകത്ത് എത്രമാത്രം മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, അതാണ് ROMM. ആൻഡ് ദ ടു കോൺട്രിബ്യൂട്ടിങ് തിങ്സ് ടുവേർഡ്സ് ROMM സംഭവിക്കുന്നത്, നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട് ഒരു ബക്കറ്റ് പോലെയാണെന്ന്. ഒന്നെങ്കിൽ IR മാത്രം മതി, അല്ലെങ്കിൽ CR മാത്രം മതി, അല്ലെങ്കിൽ രണ്ട് നിറഞ്ഞാലും ബക്കറ്റ് നിറഞ്ഞു. അപ്പോൾ യെസ്, ഈ ROMMൻ്റെ ബക്കറ്റ് നിറയാനായിട്ട് ദ മെയിൻ കോൺട്രിബ്യൂട്ടറി ടുവേർഡ്സ് ROMM, FSൽ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള സാധ്യതയ്ക്ക് മെയിൻ കോൺട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഈ IRും CRും ആണ്. ഇതിൽ IR ഇൻഹെറന്റ് റിസ്ക് സ്റ്റാൻഡ്സ് ഫോർ ദ സസെപ്റ്റബിലിറ്റി. IR ഇസ് എ സസെപ്റ്റബിലിറ്റി ഓഫ് എൻ അക്കൗണ്ട് ബാലൻസ് ഓർ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ടു എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദി എക്സസൈസ് ഓഫ് റെലവൻറ്റ് കൺട്രോൾസ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് വരുന്നതിന് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ എത്രമാത്രം മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അതാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് വിൽ ബി ഹയർ ഫോർ സഡൻ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ദാൻ ഫോർ അതേഴ്സ്. സോ ആസ് എൻ ഓഡിറ്റർ നമ്മൾ TOC ചെയ്യുന്ന സമയത്തും TOD ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇൻഹെറന്റ് റിസ്ക് എലമെൻറ്റ്സ് എപ്പോഴും അവെയർ ആയിരിക്കണം. അല്ലാണ്ട് ഈ FSൽ മിസ്റ്റേക്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അത് TOD സ്റ്റേജിൽ മാത്രമല്ല, ഈവൻ വെൻ വി ചെക്ക് ദ ഇന്റർണൽ കൺട്രോൾസ് ഓൾസോ വി ആർ അവെയർ ഓഫ് ഈ പറയുന്ന ഇൻഹെറന്റ് റിസ്ക് ഫാക്ടേഴ്സ്. കാരണം കൺട്രോൾ ഫെയിലിയേഴ്സ് കാരണം എന്ത് സംഭവിക്കാം? ഈ FSൽ മിസ്റ്റേക്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ യെസ്, അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക് കുറച്ച് പറയുക. അതിനുശേഷം ഈ ക്വസ്റ്റിൽ തന്നേക്കുന്ന എക്സാമ്പിൾസിലോട്ട് വരിക. Identify what is the concept of risk and how it is relevant in the above case. In the given case, there is complex revenue sharing agreement. അതൊരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇറ്റ് ഈസ് എ റീസൺ ഫോർ വാട്ട്? ഇൻഹെറന്റ് റിസ്ക്. പിന്നെ ഏർലി അഡോപ്റ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു IRൻ്റെ പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇൻഡസ്ട്രി ഫെയിലിയേഴ്സ് ആൻഡ് ബിസിനസ്സസ് ഓൾസോ ലീഡ് ടുവേർഡ്സ് ഇൻഹെറന്റ് റിസ്ക്. സോ ദീസ് 3 തിങ്സ് വി ഫൈൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ഇൻഹെറന്റ് റിസ്ക് എന്നുള്ള കൺക്ലൂഷൻ കൂടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആൻസറിങ് പോവുക. ഓക്കെ, ഞാൻ നമ്മുടെ മെറ്റീരിയലിൽ ഇതിൻ്റെ ആൻസർ കാണിച്ചു തരാം. മെറ്റീരിയലിൽ നമ്മളുടെ പേജ് നമ്പർ ഏർലി 30s 40s ഈ ഓഡിറ്റ് റിസ്കിൻ്റെ തിയറി ഉണ്ടാവാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് യെസ് ഇൻ പേജ് നമ്പർ 42 or 41 യെസ് 40. പേജ് നമ്പർ 40 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഹെറന്റ് റിസ്ക് എന്താണ്? സസെപ്റ്റബിലിറ്റി ഓഫ് എൻ അസേർഷൻ ടു എ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ ബിഫോർ കൺസിഡറേഷൻ ഓഫ് ദ relevant controls ഉള്ള ടോപ്പിക് എഴുതണം. It is high for some assertions and transactions than others. It is high for complex calculation. അത് ഈ ക്വസ്റ്റ്യൻ സംഭവിച്ചിട്ടുണ്ട്. നോക്കിയേ, കോംപ്ലക്സ് കാൽക്കുലേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കോംപ്ലക്സ് കാൽക്കുലേഷൻ ഉള്ള സമയത്ത് ഇൻഹെറന്റ് റിസ്ക് കൂടുതലാണ്. ഇൻഹെറന്റ് റിസ്ക് ഫാക്ടേഴ്സ് ആർ കൺസിഡർഡ് ബൈ ഡിസൈനിങ് TOC ആസ് വെൽ ആസ് സബ്സ്റ്റാൻറ്റീവ്. ആ രണ്ട് പ്രൊസീജിയേഴ്സും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ ഈ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് വിച്ച് ഗിവ് റൈസ് ടു ബിസിനസ് റിസ്ക്, BR കൂടുമ്പോൾ IR കൂടും എന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ഓൺ സം കോംപ്ലക്സ് ഇഷ്യൂ വിച്ച് മൈറ്റ് നോട്ട് ബി അണ്ടർസ്റ്റുഡ്, ലാർജ് നമ്പർ ഓഫ് ബിസിനസ് ഫെയിലിയേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. ഇതൊക്കെ എന്താണ്? IRൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്സ്. സോ യെസ്, അതുമായിട്ട് കണ്ടു. സോ എന്താണ് ഇൻഹെറന്റ് റിസ്ക് എന്നുള്ള ഈ ടോപ്പിക്ക്, ഈ ഇൻട്രൊഡക്ഷൻ പറയുക, എന്നിട്ട് എൻ്റെ എക്സാമ്പിൾസ് കൊട്ട് ചെയ്യുക, എന്നിട്ട് ഈ സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അങ്ങനത്തെ ഒരു ആൻസർ മതി. ലിറ്ററലി MTP ആൻസർ അതേപോലെ കാണാതെ പഠിച്ചിട്ട് എഴുതാനൊന്നും അങ്ങനെ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർ ഫുൾ എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽ കോപ്പി പേസ്റ്റ് ചെയ്തപോലെ ഇട്ടിട്ടുണ്ടാവും. ഈ MTPയുടെ ആൻസേഴ്സ് കണ്ടിട്ട് പാനിക്കായിട്ട് ഇത് ഒരു 1.5 പേജ് ഉണ്ടല്ലോ, 2 പേജ് ഉണ്ടല്ലോ, അപ്പോൾ ഈ 2 പേജ് തിയറി പഠിക്കണം. അങ്ങനെ നിങ്ങൾ ഓരോ പേജ് കണക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ IC മെറ്റീരിയലിൽ 2 മോഡ്യൂളും കാണാതെ പഠിക്കേണ്ടി വരും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഹ്യൂമൻലി പോസിബിൾ അല്ല. അങ്ങനെ കാണാതെ പഠിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഇനി ഈ എൻറ്റയർ ഇൻ്റർമീഡിയറ്റിൽ ഓഡിറ്റിംഗ് മാത്രമേ
പരീക്ഷ എഴുതാനുള്ളൂ, ബാക്കിയെല്ലാം പാസ്സായി എക്സംഷൻ കിട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് അങ്ങനെ പഠിക്കാം. അല്ലാത്ത പക്ഷം അങ്ങനെ ഫുൾ എൻറ്റയർ സാധനം കാണാൻ പഠിക്കേണ്ട. നമ്മുടെ മെറ്റീരിയൽ ഞാൻ തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫില്ലേ അത് ആൻസർ ചെയ്താൽ മതിയാവും. ഓക്കെ, എന്താണ് ഈ ഇൻഹെറൻറ്റ് റിസ്കിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇൻഹെറൻറ്റ് റിസ്കിനെ പറ്റിയിട്ടുള്ള ഇനഫ് ടോപ്പിക്കും എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. ആൻഡ് അതിനെ എന്നിട്ട് ക്വസ്റ്റിൻ്റെ കൺക്ലൂഷനായിട്ട് കാണും. ക്വസ്റ്റിലത്തെ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇവരും എഴുതിയേക്കുന്നത്. ദി ആൻസർ യു ക്യാൻ സീ ഹിയർ. അവർ ഫുൾ ടെക്സ്റ്റ് ബുക്ക് കോപ്പി പേസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. IRS സസെപ്റ്റബിലിറ്റി ഓഫ് ആൻ അസേർഷൻ്റെ കാര്യവും പിന്നെ മറ്റേ ദർ ഇസ് ഓൾവേസ് റിസ്ക് ദാറ്റ് കൺസിഡറിങ് എനി എക്സിസ്റ്റൻസ് ഓഫ് ഇൻറ്റർണൽ കൺട്രോൾ എ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എക്സെട്ര വിൽ ബി മിസ്റ്റേറ്റഡ് ബിഫോർ സച്ച് കൺട്രോൾസ്. ഒരേ കാര്യം തന്നെ അവർ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ ഈ എക്സാമ്പിൾസ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് ഹൈ ഫോർ കോംപ്ലക്സ് കാൽക്കുലേഷൻസ്. ഇൻഹെറൻറ്റ് ഫാക്ടേഴ്സ് ആർ കൺസിഡർഡ് ഡിസൈൻ TOC ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് കൺസിഡർ റീസൺ ഫോർ ഈച്ച് ഐഡൻറ്റിഫൈഡ് റിസ്ക് ഈവൻ വെൻ ദ റിസ്ക് ഇസ് ലോ. External circumstances giving rise to businesses may also. The entire study material is here, guys. ഈ ഫുൾ എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എത്ര മാർക്ക്, 3 മാർക്കിനോ 4 മാർക്കിനോ വരുന്ന ചോദ്യം. ഓക്കെ, ഈവൻ 5 മാർക്കിന് വന്നാൽ പോലും ഇവിടെ പ്രിൻ്റ് അയക്കുന്ന ഒരു ഫുൾ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എഴുതി വരുന്ന സമയത്ത് നമ്മുടെ ആൻസർ ബുക്കിൽ 2.5 പേജ് 3 പേജിലോട്ട് പോകും. അതിൻ്റെ ആവശ്യമില്ല. അത് അങ്ങനെ നോക്കണ്ട. MTPയിൽ തന്നേക്കുന്ന ആൻസർ ആണ് അതേപോലെ എഴുതണം. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഇതിൽ വരേണ്ട പോയിൻറ്റ്സും എക്സാമ്പിൾസും ഞാൻ മെറ്റീരിയൽ തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കുക, അത് എഴുതുക. ഓക്കെ, തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ ഓൾ കേരള റാങ്ക് മേടിച്ചിട്ടുള്ള, ഓൾ കേരള ടോപ്പറും ഓൾ ഇന്ത്യ റാങ്ക് മേടിച്ചിട്ടുള്ള ആൾക്കാരും ഇതേ മെറ്റീരിയൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ആൻസർ ചെയ്തേക്കുന്നത്. സോ ട്രസ്റ്റ് ദ വാട്ട് വി ഹാവ് ഗിവൺ യു ഇൻ ദ ക്ലാസ്. അത് അതേപോലെ നോക്കുക. നിങ്ങൾ ഒരുപാട് ഈ MTP RTP ആൻസർ കണ്ട് ടെൻഷൻ അടിച്ചിട്ട് 2.5-3 പേജ് കാണാൻ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് പ്രഷർ കയറും, പഠിച്ചതും കൂടി ഇല്ലാണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ആൻസർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1Bയിൽ വന്നേക്കുന്നത് ഒരു RKP ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കഥയാണ്. എന്താ കഥ എന്നായി നോക്കട്ടെ, അല്ല ക്വസ്റ്റ്യൻ നോക്കട്ടെ. വിത്ത് റെഫറൻസ് ടു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഫോൾസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് എൻ ഓഡിറ്റ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ മെയിൻ സ്ട്രീമായിട്ട് ഞാൻ പറയാത്തൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഫസ്റ്റ് എന്ന് വെച്ചാൽ കവർ എവറി ആസ്പെക്ട് ഓഫ് ദി എൻറ്റിറ്റീസ് FS. അതിനുശേഷം ചെക്ക് ദ പെർഫോം ദ പ്രൊസീജിയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലയബിലിറ്റി ഓഫ് ദി അൺലൈൻ റെക്കോർഡ്സ്. പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിസ്ക്ലോഷേഴ്സും വന്നിട്ടൊന്ന് ഉറപ്പുവരുത്തണം. 2ാമത്തെ പോയിന്റ് എങ്ങനെ ചെയ്യുന്നു, 4ാമത്തെ പോയിന്റ്, 3ാമത്തെ പോയിന്റ് എങ്ങനെ ചെയ്യുന്നു, 5ാമത്തെ പോയിന്റ്. ഓർമ്മയില്ലേ? ഇതൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ പറഞ്ഞ ടോപ്പിക്കാണ്, കാര്യങ്ങളാണ്. എന്നിട്ട് ഈ 5 പോയിന്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുണ്ട്, ഈ 1 to 5 പറയാത്ത കാര്യമൊന്നും ചെയ്യേണ്ട. യു ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ഡു എനിത്തിങ് വിച്ച് ഇസ് ഫോളോയിങ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് യുവർ കോമ്പിറ്റൻസ്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാറേ ഉള്ളൂ. നമ്മൾ എക്സാമ്പിൾസ് പറയും. അതായത് നമ്മൾ സ്പൈ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. ഓക്കെ, ബട്ട് ഇത്തവണ MTPയിൽ അതിനെ ഒരു സ്പെസിഫിക് ക്വസ്റ്റൻ ആയിട്ട് മാറ്റി. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഔട്ട് ഓഫ് ഞാൻ ക്ലാസ്സിൽ അധികം എംഫസൈസ് ചെയ്തിട്ടില്ല. ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓഡിറ്റിൻ്റെ സ്കോപ്പിൻ്റെ ഔട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. SAയിൽ പറയാത്തൊരു കാര്യം ചെയ്യേണ്ട, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. അപ്പോൾ SA എന്തൊക്കെയാണെന്നല്ല ചോദിച്ചേക്കുന്നത്, SAയിൽ പറയാത്ത കാര്യം എന്തൊക്കെയാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ആൻസറാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. We are not going to investigate. It is different. Audit is different from investigation. Audit investigation ഡിഫറൻസിലത്തെ പോയിന്റ് നമുക്ക് പറയാം. പിന്നെ ഇതിൽ പറയുന്ന നല്ലൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഇല്ലാത്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ നോക്കുക. ഓഡിറ്ററിൻ്റെ ഒരു പ്രൊഫിഷ്യൻസിയോ അല്ലെങ്കിൽ അയാളുടെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസിലോ വരാത്തതായിട്ടുള്ള എൻറ്റയർലി പുതുതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്സ് വിച്ച് ആർ എൻറ്റയർലി ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് യുവർ ടെക്നിക്കൽ കോമ്പിറ്റൻസ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഓഡിറ്റ് ചെയ്യാൻ പോയെന്ന് വെച്ചിട്ട് അവിടുത്തെ പേഷ്യൻസിനെ കയറി ചികിത്സിക്കത്തില്ലല്ലോ. നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയെന്ന് വെച്ചിട്ട് നമ്മൾ അവിടുത്തെ വാർക്കപ്പണി ചെയ്യത്തില്ലല്ലോ. സോ യു ഡോണ്ട് ഡു എനിത്തിങ് വിച്ച് ഫോൾസ് ഔട്ട്സൈഡ് യുവർ ടെക്നിക്കൽ കോമ്പിറ്റൻസ്. പിന്നെ യു ഡോണ്ട് ഹാവ് ടു ഡു എനി സ്പൈ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നൊരു പോയിന്റാണ്, യു ഡോണ്ട് ഹാവ് ടു ഓതൻറ്റിക്കേറ്റ് ദ ക്ലയൻറ്റ്സ് FS. ക്ലയൻറ്റിൻ്റെ FS ഓതൻറ്റിക്കേറ്റ് ചെയ്യാനും ഓഡിറ്റർ അല്ല പോകേണ്ടത്. ആ ഒരു പോയിന്റ് നല്ല പോയിന്റാണ്. കാരണം മുമ്പ് ഒരു റീസെൻ്റ് RTP NTPയിൽ ഞാൻ ആ ഒരു പോയിന്റ് ഒരു MCQ ആയിട്ട് കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. ആ ഒരു സഡൻ പോയിന്റ്, വി ആർ നോട്ട് എക്സ്പേർട്സ് ഇൻ ഓതൻറ്റിക്കേഷൻ ഓഫ് ദ ക്ലയൻറ്റ്സ് FS. ക്ലയൻറ്റിൻ്റെ FSനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതും അപ്രൂവ് ചെയ്യേണ്ടതും ആരാണ്? ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻ്റ് ആണ്. വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൻസർ ഉണ്ട്. സോ വാട്ട് ആർ ദി ക്വസ്റ്റൻസ് ഇസ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് വിച്ച് ഫോൾസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് യുവർ കോമ്പിറ്റൻസ്. എന്തൊക്കെയാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് കോമ്പിറ്റൻസിൻ്റെ പുറത്ത് വരുന്ന കാര്യങ്ങൾ? മാറ്റേഴ്സ് ഔട്ട്സൈഡ് യുവർ ടെക്നിക്കൽ കോമ്പിറ്റൻസ്. നിങ്ങൾക്ക് ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. Matters outside the competence. You are not expected to perform duties that require specialized knowledge beyond accounting and audit. We are experts in accounts and audit. അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര എഴുതിയാൽ മതി. പിന്നെ ബാക്കി കൂടുതൽ എക്സാമ്പിൾസ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഡിറ്റർമിനിങ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓർ യൂസ്ഫുൾ ലൈഫ് ഓഫ് എ മെഷീനറി ഓർ സ്ട്രക്ചറൽ സൂട്ടബിലിറ്റി ഓഫ് ബിൽഡിംഗ്. അങ്ങനത്തെ സെൻറ്റൻസ് ഒന്നും ചുമ്മാ കാണാൻ പഠിക്കണ്ട.
Don't do anything which outside, it's entirely outside your competence, technical competence. 2, authentication of documents. ഈ ഒരു പോയിന്റ് കൊള്ളാം. ഇത് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു റീസെൻറ്റ് അറ്റംപ്റ്റിൽ, പണ്ടെന്നല്ല, റീസെൻറ്റ് 2025 ഏതോ ഒരു അറ്റംപ്റ്റിലത്തെ ഒരു RTP MTP സംവെയർ ഒരു MCQ വന്നിട്ടുണ്ട്. ഒരു ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ട്. യു ആർ നോട്ട് എൻ എക്സ്പെർട്ട്, വി ആർ നോട്ട് എക്സ്പെർട്ട് ഇൻ ഡിറ്റക്ടിങ് ഫോർജറി ഓർ വെരിഫൈങ് ദ ജെനുവിൻനെസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഈ ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫേക്ക് ആയിട്ടുള്ള ഇൻവോയ്സും കാണിക്കുന്നതിനെ പറ്റിയിട്ടും നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കാറുണ്ട്. മറ്റേ ബൾബിട്ട് പഴിപ്പിച്ചിട്ടുള്ള ടൈറ്റിൽ ഡീഡിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാറില്ലേ? അപ്പോൾ അതെല്ലാം ടിപ്പിക്കലായിട്ടുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രോഡ്, ഓഡിറ്റ് ഇസ് നോട്ട് എ ഗ്യാരണ്ടി ദാറ്റ് ഫ്രോഡ് വിൽ നെവർ ഹാപ്പൻ. ഓഡിറ്റർ we can't be expected to reduce the risk of fraud to 0 level. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യെസ്, ഈ ഡോക്യുമെൻസിൻ്റെ ഓതൻറ്റിക്കേഷൻ നോക്കുന്നതും ഇത് ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ആണോ, ടൈറ്റിൽ ഡീഡ് ഇവൻ ആധാരം മറ്റേ ഫേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ, ദീസ് തിങ്സ് ആർ നോട്ട് ഇൻ യുവർ പ്രൈമറി നമ്മുടെ കോമ്പിറ്റൻസിലോ നമ്മുടെ ജോലിയിലോ വരുന്ന കാര്യങ്ങളല്ല ഈ ഡോക്യുമെൻസിൻ്റെ പരിശോധനയൊക്കെ. അതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചർ പരിപാടിയാണ്. പിന്നെ കണ്ടക്ടിങ് ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റ് ഇസ് നോട്ട് ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. Auditor does not possess the legal powers of searching the premises, arresting, etc. പിന്നെ auditor is distinct from investigation. Repeat point, the 3 4 റിപ്പീറ്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ. വി ആർ നോട്ട് ഡൂയിങ് എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ, ജനറൽ എക്സാമിനേഷൻ മാത്രമാണ്. അത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് അവർ essay 200 ഒബ്ജക്റ്റീവും കൂടി പറയുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രം ചെയ്താൽ മതി. അതിന് സ്കോപ്പിലത്തെ കാര്യം മാത്രം essay പ്രകാരം ഓഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഓക്കെ, അത് കൺക്ലൂഷൻ പോലെ എഴുതിയിട്ടേ ഉള്ളൂ. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇതാണ്. ഓക്കെ, അതൊരു നോക്കി വെച്ചത് നല്ല ക്വസ്റ്റ്യൻ ആണ്. Next question, 1C. In the light of the relevant standards of auditing, explain how the auditor should evaluate the above responses and state whether FAPs is required. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും ഫുള്ളായിട്ട്. എന്തോ റെസ്പോൺസിൻ്റെ കാര്യം പറയുന്നത്. XYZ ലിമിറ്റഡ് ആണ് നമ്മുടെ ക്ലയൻറ്റ്. ദേ ആർ എൻഗേജ് ഇൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ആസ് എ 31st March ദ ട്രേഡ് റിസീവബിൾസ് അമൗണ്ട്സ് ടു 8 CR. 8 കോടി രൂപയുടെ റിസീവബിൾസ് ഈ പറയുന്ന ക്ലയൻറ്റിനുണ്ട്. The statutory auditor selected 25 customer balances for external confirmation. Okay, അപ്പോൾ നമ്മൾ SA 505 പ്രകാരം external confirmation ചെയ്യുകയാണ് to 25 customers. The results of the confirmation procedure were as follows. 15 customers responded directly to the auditor indicating agreement. Okay, response indicating agreement ഉണ്ട്. 3 responses are there which were received directly to the auditor indicating disagreement. Response indicating disagreement ഉണ്ട്. 5 customers did not respond at all. No response. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എക്സെപ്ഷൻ ആയിരിക്കും. 2 customers റെസ്പോൺസ് ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ ദ റെക്കോർഡ്സ് വേ ലോവർ ദാൻ ദോസ് മെൻഷൻ ഇൻ ദ കൺഫർമേഷൻ. ഓക്കെ, എക്സെപ്ഷൻ ഉണ്ട്. അത് തന്നെ ആക്ച്വലി ഡിസഗ്രിമെൻറ്റ്. എക്സെപ്ഷൻ ഉണ്ട്. 3 responses were received directly to the auditor indicating disagreement with the information provided. These parties were supposed to respond only if they disagree with the information provided in the request. Okay, fine. Explain how the auditor should evaluate the responses. So, okay, SA 505 in the last പറയുന്നുണ്ട്, there are 4 possible types of responses when we do external confirmation. External confirmation ചെയ്യുന്ന സമയത്ത് 4 types of response ഉണ്ട്. A response with confirmation, response with disagreement, no response, or response which is considered not reliable. അതാണ്. ഓക്കെ, അപ്പോൾ അഗ്രി ചെയ്തുകൊണ്ട് ഒരു റെസ്പോണ്ട് വരാം, ചിലപ്പോൾ റെസ്പോൺസ് കിട്ടില്ല എന്ന് വരാം, അല്ലെങ്കിൽ റെസ്പോൺസ് വിച്ച് ഇസ് കൺസിഡർ അൺറിലയബിൾ, ഓർ ഡിസഗ്രിമെൻറ്റ് അഥവാ എക്സെപ്ഷൻ സംഭവിക്കാം. അപ്പോൾ ഇതാണ് 4 ടൈപ്സ് ഓഫ് റെസ്പോൺസ് എന്ന് ആദ്യം പറയുക. അതിനുശേഷം പറയുക, ഇൻ ദ ഗിവൺ കേസ് 15 customers responded directly to the auditor indicating agreement. 3 responses were received directly indicating disagreement. Okay, so we have response with agreement, we have response with disagreement. അതായത് അഗ്രി ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ട്, ഡിസഗ്രി ചെയ്തുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ട്, നോ റെസ്പോൺസ് വന്നിട്ടുണ്ട്. എക്സെപ്ഷൻ ഡിസഗ്രിമെൻറ്റ് വെച്ചിട്ട് ആക്ച്വലി 3 + 2 5 പേരുണ്ടെന്നേ പറയത്തുള്ളൂ. ഈ 2 പേരും, അതായത് ഈ സെക്കൻഡ് സിറ്റുവേഷനും 4th സിറ്റുവേഷനും, ഇവർ 2 പേരും ആക്ച്വലി റെസ്പോൺസ് വിത്ത് ഡിസഗ്രിമെൻ്റ് അല്ലേ. ഈ ലാസ്റ്റ് സിറ്റുവേഷൻ വായിച്ചാൽ 2 customers responded stating that the balance as per their records were lower than those mentioned in the confirmation request. That's a disagreement only. So we actually have 5 disagreements. നമ്മൾ 25 പേരോട് ചോദ്യം ചോദിച്ചതിൽ 15 പേര് അഗ്രി ചെയ്തിട്ടുണ്ട്. 3 + 2 5 പേർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ദേ ഹാവ് ഗിവൺ ഡിസഗ്രിമെൻറ്റ്. ആ 5 ഡിസഗ്രിമെൻറ്റ്സിൽ 3 പേർക്ക് നമ്മൾ നെഗറ്റീവ് കൺഫർമേഷനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതെന്താ നെഗറ്റീവ് കൺഫർമേഷൻ മനസ്സിലായത്? കാരണം 3 responses were received directly to the auditor and these parties were supposed to respond only if they disagree with the information.
അപ്പോൾ there were actually 5 responses with disagreement, out of which 3 were coming from a negative confirmation request. So 15 plus 5 20 ആയി. പിന്നെ 5 പേര് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ റെസ്പോൺസ് ഡീംഡ് അൺറിലയബിൾ എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. തേർഡ് പേഴ്സന് ഇൻറ്റിഗ്രിറ്റി ഇല്ല, ഒബ്ജക്റ്റിവിറ്റി ഇല്ല, കോമ്പറ്റൻസ് ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടില്ല. റെസ്പോൺസ് ഡീംഡ് റിലയബിൾ അല്ലാത്തത് ഇവിടെ ഇല്ല. So evaluate the above response and state whether FAP is required. When disagreements has been notified, 5 പേർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ട്, 3+2 5 പേർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ഡിസഗ്രിമെൻ്റ് ഉള്ള സിറ്റുവേഷനിൽ വി ഹാവ് ടു പെർഫോം അഡീഷണൽ പ്രൊസീജിയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഡിസഗ്രിമെൻറ്റ്. എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്, എക്സെപ്ഷൻ്റെ കാരണം എന്തെന്ന് നമ്മൾ ഫർദർ പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കും. അത്രയേ ഉള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൻസറാണ്. അതാണ് അവർ ഈ പറയുന്ന നോ റെസ്പോൺസ്, റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് എക്സെപ്ഷൻ, പിന്നെ അതിൽ പറഞ്ഞ നെഗറ്റീവ് കൺഫർമേഷനാണ്. ആ ഒരു രീതി തന്നെ അവിടെ ആൻസർ ചെയ്തേക്കുന്നത്. ആ കണക്ക് ഫുൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഓർക്കേണ്ട കാര്യം, അവർ ഈ മറ്റേ നെഗറ്റീവ് കൺഫർമേഷനിൽ വന്നിട്ടുള്ള എക്സെപ്ഷനും അതല്ലാത്ത എക്സെപ്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു. ഇത് രണ്ടും റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് ഡിസഗ്രിമെൻ്റ് ആണ്. നമ്മുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. മെയിൻ SA 520 ഞാൻ കാണിച്ചു തരാം. SA 520 പറയുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഈ ഒരു ടോപ്പിക്ക്. ദർ ആർ 4 പോസിബിലിറ്റീസ്. എന്തൊക്കെയായിരുന്നു? SA 520 അല്ലല്ലോ, 505 അല്ലേ? SA 505 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് അഗ്രിമെൻറ്റ് ഇവിടെ ഉണ്ട്. റെസ്പോൺസ് ഡീംഡ് അൺറിലയബിൾ സിറ്റുവേഷൻ ഈ ക്വസ്റ്റിലില്ല. നോ റെസ്പോൺസ് 5 പേര് തന്നു. അഗ്രിമെൻറ്റ് ചെയ്തത് 15 പേര്. നോ റെസ്പോൺസ് 5 പേര്. റെസ്പോൺസ് ഇൻഡിക്കേറ്റിംഗ് എക്സെപ്ഷൻ അഥവാ ഡിസഗ്രിമെൻറ്റും 5 പേരുണ്ട്. ആ 5-ൽ 3 പേര് നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റിലൂടെ വന്നിട്ടുള്ളവരാണ്. അതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2A. First question is over. Second question. Okay, what is the question? Buildwell Limited. Okay, explain the audit procedure we should perform to verify the occurrence of purchases. Okay, അപ്പോൾ എല്ലാ RTP MTP വീഡിയോസിലും ഞാൻ ചടങ്ങ് പോലെ ചെയ്യുന്ന ആ കാര്യം വീണ്ടും ഇവിടെ പറയുന്നു. ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മൊത്തം ഒരു 10-14 ഐറ്റംസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ 10 ഐറ്റത്തിന് ആണ് അസേർഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അതിൽ ഇത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കേണ്ട കാര്യമാണ്. ക്ലാസ് റൂംസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. നിങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതെങ്കിലും ഈ കാര്യം മനസ്സിൽ ശ്രദ്ധിച്ച് വയ്ക്കുക. ഓർഡർ ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ആദ്യത്തെ 10 ഐറ്റത്തിന് ഓക്കെ, എക്സിസ്റ്റൻസ് ഓർ ഒക്കറൻസ്, ആക്യുറസി ഓർ വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ്, റൈറ്റ്സ്, ഈ 4 അസേർഷൻസിൻ്റെ മിനിമം ഒരു 4-5 പോയിൻ്റ് വെച്ചിട്ട് ആ 10 ഐറ്റത്തിന് റെഡിയാക്കി വെക്കണം. അത് വലിയ ടാസ്ക് ഇല്ല. കാരണം ചില ഐറ്റത്തിലൊക്കെ 10 ഐറ്റത്തിനും എല്ലാ അസേർഷൻസും എല്ലാ 4 പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ടാവില്ല. ചിലതിന് ചില അസേർഷൻസിൽ പോയിൻറ്റ്സ് ഉണ്ടാകത്തില്ല. ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ കണ്ടിൻജൻ്റ് ലയബിലിറ്റിക്കൊക്കെ എക്സിസ്റ്റൻസ് നോക്കാനും കംപ്ലീറ്റ്നെസ് നോക്കാനൊക്കെ ഓരോരോ പോയിന്റ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്? പേജ് നമ്മുടെ ICA മെറ്റീരിയലത്തെ ചാപ്റ്റർ നമ്പർ 5 ആണിത്. ഇഫ് യു ചെക്ക് മൈ ഇൻസ്റ്റാഗ്രാം ഓൾസോ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഓട്ടോ ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൻ്റെ സ്ട്രാറ്റജി ഞാൻ ഇട്ടിട്ടുണ്ട്, മറ്റേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇഫ് എനി വൺ ഹാസ് എനി ഡൗട്ട്, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിള്ളേരാണെങ്കിൽ ഇതിൻ്റെ മെസ്സേജ് ഇട്ടെന്ന് ഞാൻ ആ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റഡി അപ്രോച്ച്. അപ്പോൾ ആ അപ്രോച്ച് വെച്ചിട്ട് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ക്വസ്റ്റൻ ഇസ് ജസ്റ്റ് എ പ്ലെയിൻ കോപ്പി പേസ്റ്റ് സാധനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിന്റ് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. അത് ഞാൻ തരുന്നേക്കാളും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോയിന്റ്സ് ആയിരിക്കും എപ്പോഴും അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പം. അപ്പോൾ യെസ്, ദിസ് ഇസ് വൺ സച്ച് പോയിന്റ്. നമ്മുടെ ഒക്കറൻസ്, പർച്ചേസസിൻ്റെ ഒക്കറൻസ്. ഇപ്പോൾ നമ്മുടെ ICA മെറ്റീരിയലിൽ പർച്ചേസ് നിൽക്കുന്നത് പേജ് നമ്പർ 100-101 എവിടെയായിട്ടാണ്. അതെ, പർച്ചേസസിൻ്റെ ഒക്കറൻസ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നൊരു ടോപ്പിക് ഉണ്ട്. ഹൗ വിൽ യു വെരിഫൈ ദ ഒക്കറൻസ് ഓഫ് പർച്ചേസ്, അതാണ് ചോദിച്ചേക്കുന്നത്. ഒക്കറൻസ് ഓഫ് പർച്ചേസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. വെദർ എനി ഫിക്ടീഷ്യസ് വെൻഡേഴ്സ് ഹാസ് ബീൻ ബുക്ക്ഡ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ല, ഈ പോയിന്റ് ആക്കുന്ന സമയത്ത് ഫുൾ പാരഗ്രാഫ് വേണ്ട, ജസ്റ്റ് സിമ്പിൾ ഷോർട്ട് സെൻറ്റൻസ് പോലെ പഠിച്ചാൽ മതി. ഈ ഫിക്ടീഷ്യസ് വെൻഡേഴ്സിൻ്റെ കാര്യവും പിന്നെ സെക്യൂരിറ്റി ഗേറ്റ് ഇൻവേർട്ട് രജിസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, ഒറിജിനൽ കോപ്പി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ഈ ടെക്സ്റ്റ് ബുക്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 പോയിന്റ്സ് ഉണ്ട്. You don't have to study 30 points. Study any 5 points, any short 5 points, small 5 points you can study, and അതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഫിക്ടീഷ്യസ് വൗച്ചേഴ്സും സംഭവം തന്നെയാണ്. ക്വാളിറ്റി ഇൻസ്പെക്ഷനും ഗുഡ്സ് ഇൻവേർട്സും ഫാക്ടറി ഗേറ്റും ഒക്കെ ഇതേ സംഭവം തന്നെയാണ് ഇട്ടിട്ടുള്ളത്. സ്റ്റഡി ഇനി അവർ ഫുൾ ഇട്ടിട്ടുണ്ടേ, അവരെ 13 പോയിന്റ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 5 points യു സ്റ്റഡി. ഓക്കെ, ഇത് ആൻസർ നോക്കുക വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ആ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്ത് ആ സാധനം പഠിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി, അതിന് ആൻസർ കിട്ടും. മേക്ക് ഷുവർ ദാറ്റ് യു ആർ creating this
കണ്ടന്റ് ഫ്രം ദ ICI മെറ്റീരിയൽ. ICI മെറ്റീരിയൽ നിന്ന് പോയിന്റ് ഉണ്ടാക്കിയിരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. 13 പോയിന്റ് ഒന്നും വേണ്ട, 5 പോയിന്റ് ധാരാളം. അതേതാന്ന് വെച്ചിട്ടോ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ ബാങ്ക്. യെസ്, നമ്മുടെ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിൽ കുറേ നാളായിട്ട് ഡ്യൂ ആയിട്ടിരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അതായത് ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് 22 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഫുൾ സിലബസിനെ ബ്രേക്ക് ചെയ്ത് തന്നേക്കുന്നത്. ആ 22 ക്വസ്റ്റ്യന് ശേഷം ഒരു 3 നോട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ നോട്ടാണ്, രണ്ടാമത്തെ നോട്ടാണിത്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ ബാങ്ക്. ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ എടുത്ത് കാണിച്ചു തരാം. ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യൻസും 22 ക്വസ്റ്റ്യൻസിന് ശേഷം 3 നോട്ടുണ്ട്. ആ നോട്ടിലത്തെ രണ്ടാമത്തെ നോട്ടാണ് ഇത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് നോക്കട്ടെ ഒരു സെക്കൻഡ്. യെസ്, നോട്ട് നമ്പർ 2, ഓഡിറ്റിംഗ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ ബാങ്ക്. ഇത് പണ്ട് ഒരു ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺട്രോൾസ് ഓക്കെയാണോ, ഡൈവേർജൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഉണ്ടോ, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ റീസണബിൾനെസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. ആൻഡ് വൗച്ചിങ് വെരിഫിക്കേഷൻ, ഇൻവോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇതേപോലെ ഈ 4 പോയിൻറ്റ്സ് ഇത്രയും ഷോർട്ടായിട്ട് എഴുതിയാലും ഒരു കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്കിൽ അവർ എൻ്റയർ സ്റ്റഡി മെറ്റീരിയൽ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡോണ്ട് വറി, അങ്ങനത്തെ ആ രീതിയിൽ പഠിക്കണം എന്നില്ല. ഓക്കെ, പിന്നെ അവർ സിറ്റുവേഷനെ ക്ലബ് ചെയ്തിട്ട് നോക്കും. ഇതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചാണ് നമ്മുടെ മെയിൻ ആൻസർ. ഈ ആൻസർ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എന്തായാലും നിങ്ങൾക്ക് വരുത്തണം. എന്നിട്ട് ക്വസ്റ്റനിൽ പറയുന്ന പോലെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഈ പോയിന്റിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ operating expense has increased by 28% compared to the previous year, whereas total income has increased only by 10%. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷനറ്റ് ആയിട്ട് എക്സ്പെൻസ് ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇസ് നോട്ടഡ് ഇൻ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്. സർട്ടൻ ബ്രാഞ്ച് മാനേജേഴ്സ് ഹാസ് ഡിസ്കഷൻ അബൌട്ട് ടു ഇൻകർ എക്സ്പെൻസ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. ബാങ്ക് ഹാസ് റീസെൻ്റ്ലി മൈഗ്രേറ്റഡ് ടു സെൻട്രലൈസ്ഡ് എക്സ്പെൻസ് processing system. Internal reports indicate delay in submission of supplementary. Explain the procedure you would perform in respect of operating expense of a bank. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 28% ഇൻക്രീസ് സംഭവിക്കുന്നു എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഇസ് സംതിങ് സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ആദ്യത്തെ 2 പോയിന്റ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ സംഭവിക്കുന്ന ഈ മോർ ദാൻ പ്രൊപ്പോർഷനറ്റ് ഇൻക്രീസും അതേപോലെ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസസിൽ വന്ന സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസും. സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, IT മെയിൻ്റനൻസ് ചാർജ് ആൻഡ് റെൻറ്റ്, ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈവർജൻറ്റ് ട്രെൻഡ് എന്ന രീതിയിൽ. ആക്ച്വലി സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് കൂടുന്നത് ഡൈവർജൻറ്റ് ട്രെൻഡാണ്. പിന്നെ മറ്റേ ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ്, ഇൻകത്തിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് കൂടുന്നു, അതൊരു അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെക്കിംഗ് ആണ്. പിന്നെ ക്വസ്റ്റിൽ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, സഡൻ ബ്രാഞ്ച് മാനേജേഴ്സ് ഹാവ് ഡിസ്കഷൻ പവർ ടു ഇൻകർ എക്സ്പെൻസ് അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ്. ദ ബാങ്ക് ഹാസ് റീസെൻ്റ്ലി മൈഗ്രേറ്റഡ് ടു സെൻട്രലൈസ്ഡ് എക്സ്പെൻസ് പ്രോസസിംഗ് സിസ്റ്റം. ഇന്റേണൽ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ഡിലേ. അതെല്ലാം ഈ പറയുന്ന ഇന്റേണൽ കൺട്രോൾസിൻ്റെ സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് കൺട്രോൾ സിസ്റ്റം. മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാനേജ്മെൻറ്റ് പെർമിഷൻ എടുക്കുന്നുണ്ടോ, മാനേജ്മെൻറ്റ് പെർമിഷൻ ഇല്ലാണ്ട് വല്ല ഓതറൈസേഷൻ ഇല്ലാണ്ട് വല്ല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, അതെല്ലാം ഇന്റേണൽ കൺട്രോൾ സ്റ്റഡിയുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന പോയിന്റാണ്. ഫൈനലി ഇൻവോയ്സ് വെച്ച് ചെക്ക് ചെയ്യാനുള്ള പോയിന്റ് കൂടി ഉണ്ട്, അത് ഈ ക്വസ്റ്റിൽ വന്നിട്ടില്ല. അതെ, ഇന്റേണൽ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ഡിലേ ഇൻ സബ്മിഷൻ ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇൻ ഫ്യൂ റീജിയണൽ ഓഫീസസ്. സോ യെസ്, വൗച്ചിങ് വി ഹാവ് ടു വെരിഫൈ എവരി എക്സ്പെൻസ് വിത്ത് റെഫറൻസ് ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. സോ അതാ പറഞ്ഞത്, നമ്മുടെ മെയിൻ ആൻസർ ഈ 4 പോയിന്റാണ്. സോ ഹൗ വിൽ യു വെരിഫൈ ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് പറയാം. ഹൗ വിൽ യു വെരിഫൈ ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റിൽ ഇങ്ങനെ കാണുന്ന പോലെ ഈ ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 28% കൂടിയിട്ടുണ്ട്. ഈ സാലറി സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് യൂഷ്വലി കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നു. ബ്രാഞ്ച് മാനേജറിന് ചില പവേഴ്സ് ഉണ്ട്. ബാങ്ക് പുതുതായിട്ടൊരു എക്സ്പെൻസ് പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കണക്ക് പ്രകാരം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റേഷൻ കാണുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിൽ ഇനി നമ്മുടെ പോയിന്റ്സോട് കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് 2 points, the first point can be observed by performing the അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സെക്കൻഡ് പോയിന്റ് നമ്മുടെ ഡൈവേർജൻറ്റ് ട്രെൻഡ് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. തേർഡ് പോയിന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഇന്റേണൽ കൺട്രോൾ ആസ്പെക്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമ്മുടെ ഈ പറയുന്ന വൗച്ചിങ് വെരിഫിക്കേഷൻ ആസ്പെക്റ്റ്. അങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നതാണ് അവരും ചെയ്തേക്കുന്നത്. ഓരോ പോയിന്റും അവർ തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദി പോയിന്റ്സ്. ഇപ്പോൾ ജസ്റ്റ് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇതേ രീതിയിലത്തെ പ്രസൻറ്റേഷൻ ലൈക്ക് എക്സാക്ട്ലി ഇതേ വേർഡ്സ് വെച്ച് ഇത്രയും പാരഗ്രാഫ് എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വി നോ ദ മെയിൻ ആൻസർ. ആ 4 ആൻസറിനാണ്. അതായത് അനലിറ്റിക്സ് ചെയ്ത് നോക്കണം, ഡൈവർജൻറ്റ് ട്രെൻഡ്സ് ഉണ്ടെന്ന് നോക്കണം, കൺട്രോൾസ് സ്ട്രോങ് ആണെന്ന് നോക്കണം, അതേപോലെ എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നമ്മുടെ, ആ പോയിന്റ് കിട്ടുന്നില്ല, വൗച്ചിങ് വെരിഫിക്കേഷൻ, ഇൻവോയ്സുമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നോക്കണം. ഇത് 4ആണ് മെയിൻ ആയിട്ടുള്ള ആൻസർ. പിന്നെ അതിനെ ക്വസ്റ്റ്യൻ ബാക്കി വെച്ച് കമ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, വി ഹാവ് ടു സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം റിലേറ്റിംഗ് ടു എക്സ്പെൻസസ്.
ബ്രാഞ്ച് മാനേജറിന് ഡിസ്ക്രിഷണറി പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ പുതിയ സെൻട്രലൈസ് എക്സ്പെൻസ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നെല്ലാം കൺട്രോൾസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ ഡൈവർജൻ ട്രെൻഡ്സ് ഉണ്ടോ നോക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസിന് ഇൻക്രീസ് നോക്കുന്നത്. അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നോക്കേണ്ട ആവശ്യമുണ്ട് ടു സീ വെദർ എക്സ്പെൻസസ് ആർ റീസണബിൾ. ആ എക്സ്പെൻസിൻ്റെ 28% ഇൻക്രീസ് ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റേഷൻസ് ഉണ്ടോ നോക്കണം. ഇന്റർ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം അത് കാണുന്നില്ല. ഇൻ വ്യൂ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് കൺട്രോൾ വീക്ക്നസ് എക്സെട്ര, we should adopt a risk-based approach, combining the evaluation of controls, etc. If adequate evidence is obtained and misstatements are not found, we can conclude that FS is fair. Otherwise, അതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അവർ കൺക്ലൂഷൻ എഴുതിയിരിക്കുകയാണ്, വേറെ ഒന്നുമില്ല. മെയിൻ പോയിന്റ്സ് അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമുണ്ട്, കൺട്രോൾസ് വീക്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ LFAയിൽ റിപ്പോർട്ട് ചെയ്യണം, ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ ഗിവ് ഇറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ദാറ്റ്സ് ഇറ്റ്. അതാണ് കൺക്ലൂഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ ബാങ്ക്, സ്റ്റുഡൻസിന് എപ്പോഴും വരുന്ന കൺസേൺസ് ഇതാണ്. അപ്പോൾ സാർ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വെരിഫൈ ചെയ്യാനായിട്ട് 4 ചെറിയ പോയിന്റേ ഉള്ളൂ. MTP നോക്കിയപ്പോൾ ഒരു ലോഡ് കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇനി അതും പഠിക്കണോ? ഇല്ല, അവരെന്താ നീ സമാധാനത്തോടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മെയിൻ പോയിന്റ് തന്നെയാണ് അതിൻ്റെ ആൻസർ. പിന്നെ ആ ക്വസ്റ്റത്തെ സിറ്റുവേഷൻ അവർ കണക്ട് ചെയ്തിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. So observe how the questions coming, like if they are asking how to verify the operating expenses, be straightforward, short, crisp, clear. 4 പോയിന്റ് എഴുതി വെക്കുക. ഇതുപോലൊരു സിറ്റുവേഷൻ കാണിച്ചിട്ട് ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻ ഒക്കെ പറയുമ്പോഴാണ് അങ്ങനെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സിറ്റുവേഷനെ കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് വെദർ ദി ഓഡിറ്റ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ കണ്ടിന്യൂയിങ് വിത്ത് ദി ഓൾഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഓൾഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ട്, ബിക്കോസ് ഓഡിറ്റ് പ്രോഗ്രാം കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് നോട്ട് കണ്ടക്ടിങ് പീരിയോഡിക് റിവ്യൂ ഓഫ് ദി ഓഡിറ്റ് പ്രോഗ്രാം? ഓക്കെ, ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കട്ടെ. RST ലിമിറ്റഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹാവ് ബീൻ ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ബ്രൈറ്റ് വിഷൻ ലിമിറ്റഡ് ഫോർ 6 years. ഓക്കെ, 6 വർഷമായിട്ട് ഒരേ ക്ലയൻറ്റിനെ ഓഡിറ്റ് ചെയ്യാണ്. അതാണ് ഓഡിറ്ററിന് തോന്നാൻ കാരണം, ഇവനെ തന്നെ ഞാൻ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം മാറ്റുന്നതെന്ന് തോന്നിക്കണം. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ദ കമ്പനി സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ചസ് ബിസിനസ് മോഡൽ. കമ്പനിയുടെ ഓപ്പറേഷൻസിൽ മാറ്റമുണ്ട്. വെൻ ദ ബിസിനസ് എൻവയൺമെൻറ്റ് ഇസ് വെരി ഡൈനാമിക്, അത് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാമും എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇൻട്രൊഡ്യൂസിങ് ഓൺലൈൻ സെയിൽസ് ത്രൂ ഇറ്റ്സ് ഓൺ ഇ-കോമേഴ്സ് പോർട്ടൽ, അപ്പോയിൻറ്റിംഗ് മൾട്ടിപ്പിൾ തേർഡ് പാർട്ടി വെയർഹൗസസ്, ഇംപ്ലിമെൻറ്റിംഗ് ന്യൂ ERP സിസ്റ്റം, റിവൈസിംഗ് ദ ക്രെഡിറ്റ് പോളിസി, ഇങ്ങനത്തെ കുറേ മാറ്റങ്ങളുണ്ട്. However, ഇതൊക്കെ ചെയ്തിട്ടും ഓഡിറ്റ് ടീം കണ്ടിന്യൂ ടു ഫോളോ ദ സെയിം ഓഡിറ്റ് പ്രോഗ്രാം. ദാറ്റ് ഇസ് നോട്ട് പ്രോപ്പർ. ആസ് പെർ 300 ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി കണ്ടിന്യൂസ്ലി റിവ്യൂഡ്, അപ്ഡേറ്റഡ് ആൻഡ് അപ്ഗ്രേഡഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ മാനേജ്മെന്റ്. അതർവൈസ് നെഗ്ലിജൻസ് ആയിട്ട് മാറും. The engagement partner did not conduct any formal periodic review. The assistants carried out the program strictly as per the existing program without modifying the external checking, etc. Subsequently, material misstatements were detected in revenue recognition. Management alleged that alleged ചെയ്തു നമ്മൾ നെഗ്ലിജൻസ് കാണിച്ചു എന്ന്. ഡിസ്കസ് വെദർ ദി ഓഡിറ്റർ വാസ് ജസ്റ്റിഫൈഡ്. ഓഡിറ്റർ വാസ് നെവർ ജസ്റ്റിഫൈഡ്. മറ്റേ പീരിയോഡിക് റിവ്യൂവിൻ്റെ കണ്ടന്റ് തിയറി ഫുൾ നമ്മൾ എഴുതേണ്ടി വരും. SA 300 ഈ ടോപ്പിക്ക്. SA 300 ഈ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ പീരിയോഡിക് റിവ്യൂ ആൻഡ് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ദർ ഷുഡ് ബി പീരിയോഡിക് റിവ്യൂ. പേജ് നമ്പർ 37 ലാസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റും. ടു അസസ് വെദർ ദ സെയിം കണ്ടിന്യൂസ് ടു ബി ആഡിക്വേറ്റ്. കാരണം അത് ചെയ്യാത്ത പക്ഷം നെഗ്ലിജൻസ് ആയിട്ട് മാറും. യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഗ്രാം ക്യാൻ ബി റിട്ടേൺ ഓൺലി ബൈ കീപ്പിംഗ് ദ പ്രോഗ്രാം അപ് ടു ഡേറ്റ് with the and the client's internal control under periodic review. As a basic feature, audit program not only lists the tasks to be carried out but the extent of checking, etc. പിന്നെ ഈ പറഞ്ഞ പോലെ വെൻ ഓഡിറ്റ് പ്രോഗ്രാം ഓഫീസിൽ ചേഞ്ച് ചെയ്യാത്ത പക്ഷം ദ അസിസ്റ്റന്റ് എൻഗേജ് മസ്റ്റ് അൺഫെയിലിംഗ്ലി കംപ്ലൈ വിത്ത് ദ പ്രോഗ്രാം. ബട്ട് ദാറ്റ് മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് വിൽ ബ്രിങ് എൻ എലമെന്റ് ഓഫ് റിജിഡിറ്റി, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ പ്രൊവൈഡഡ് പീരിയോഡിക് റിവ്യൂ ഇസ് ഡൺ. ഈ ഒരു പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ടോപ്പിക്ക് കാണാൻ വേണ്ടി പറ്റും. പേജ് നമ്പർ 38 അത് MTP 1 of May 26 ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, അത് വരാൻ ചാൻസ് ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ, തേർഡ് ക്വസ്റ്റ്യൻ ഇല്ലേ? യെസ്, ഇതാണ് 2C എന്ന് തോന്നുന്നു. നൗ കമ്മിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ? SA 530 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. What is the question? Explain briefly the following factors that you may consider while determining sample size for TOD, desired level of assurance, stratification. ഓക്കെ, ഇതും ലോങ് ടൈം ഡ്യൂ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് അറ്റംപ്റ്റ് ആയി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ RTPയിലും MTPയിലും എവിടെയും കണ്ടിട്ട് ഒരുപാട് നാളായി. അതായത് നമ്മുടെ SA 530 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാമ്പിൾ സൈസ്, സാമ്പിളിൻ്റെ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. TOC ചെയ്യുന്ന സമയത്തും TOD ചെയ്യുന്ന സമയത്തും. യൂഷ്വലി അല്ലേ നമ്മൾ PPT ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാറുണ്ട്. കൂടുതൽ അഷുറൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പെക്ട് റേറ്റ് ഓഫ് ഡീവിയേഷൻ കൂടുതലാണ്, ടോളറബിൾ റേറ്റ് ഓഫ് ഡീവിയേഷൻ കുറവാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണെങ്കിൽ സാമ്പിൾ സൈസ് കൂട്ടോ കുറയ്ക്കുകയോ അങ്ങനെ കുറേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ.
യൂഷ്വലി ഈ സാമ്പിൾ സൈസിൻ്റെ ഡിറ്റർമിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് MCQs ആണ് അധികവും ചോദിക്കാറുള്ളത്. ആ ഫാക്ടേഴ്സിനെ മൊത്തത്തിൽ എന്തായാലും ഡിസ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് എക്സ്പ്ലെയിൻ ഓൾ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് സെലക്ഷൻ വെൻ ഡൂയിങ് TOD, അങ്ങനെ ചോദിക്കത്തില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുവാണെങ്കിൽ ചോദിക്കാവുന്ന ആ ഒരു സാമ്പിൾ സൈസിൽ ടോപ്പിക്കിൽ നിന്ന് ഡിസ്ക്രിപ്റ്റീവിലോട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചത്. അതായത് എക്സ്പ്ലെയിൻ ദ പോയിൻറ്റ്സ് ഫോർ സാമ്പിൾ സൈസ് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക റിഗാർഡിംഗ് ഡിസൈഡ് ലെവൽ ഓഫ് അഷുറൻസ് ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ആ 2 പോയിൻറ്റ്സ് മാത്രം, അത് കൺസെപ്റ്റ് ലോജിക്ക് അറിയാമെങ്കിൽ പിന്നെ സുഖമായിട്ട് അത് നമുക്ക് ആക്കാം. അതിനകത്ത് വേറെ കീവേഡ്സ് ഒന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, desired level of assurance, how is that a point? More the assurance an auditor wants, obviously larger will be the sample size. അതേപോലെ സ്ട്രാറ്റിഫിക്കേഷൻ, മോർ സ്ട്രാറ്റിഫൈഡ് ദ പോപ്പുലേഷൻ ഇസ് ലെസ്സർ വിൽ ബി ദ സാമ്പിൾ സൈസ്. സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള ഡിവൈഡഡ് ആയിട്ടുള്ള പോപ്പുലേഷനിലാണെങ്കിൽ നമുക്ക് കുറേയും കൂടി പ്രിസൈസ് ആയിട്ടുള്ള സാമ്പിൾ സെലക്ഷൻ പറ്റും. അല്ലാതെങ്കിൽ നമ്മൾ ഈ പോപ്പുലേഷൻ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അന്തം ഇല്ലാണ്ട് ചുമ്മാ സാമ്പിൾ എടുത്തു പോകും. സോ ഈ സാമ്പിൾ വിൽ ബി മോർ കോമ്പാക്ട് ആൻഡ് പ്രിസൈസ് ഇഫ് ദർ ഇസ് മോർ സ്ട്രാറ്റിഫിക്കേഷൻ. സോ അതാണ് മെയിൻ പോയിന്റ്. ആ 2 പോയിന്റിന് ആക്ച്വലി അവിടെ മാർക്ക് വീണിരിക്കും. പിന്നെ അവർക്ക് ഇതൊരു 4 മാർക്കിൻ്റെ പോസിബിലിറ്റി, എങ്ങനെ 5 മാർക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ ഇട്ടിരിക്കുന്നത് കൊണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സ്റ്റാർട്ട് ബൈ സെയിങ് ആസ് പെർ 530 വാട്ട് ഈസ് സാമ്പിൾ, applying the audit procedures to less than 100% of the population such that every item has an equal chance of being selected. That is called as sampling. Now, the decision regarding the size of the sample is purely a matter of judgment. Usually നമ്മുടെ ആ ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതിന് മെയിൻ റീസൺ എന്താണ്, അല്ലെങ്കിൽ മെയിൻ ലോജിക്ക് എന്താണ്? വി ഹാവ് ടു the size of the sample will be such that the sampling risk has to be kept at an acceptably low level. എപ്പോഴൊക്കെ സാമ്പിൾ എടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം സാമ്പിളിംഗ് റിസ്ക് കൂടപ്പുറപ്പിനെ പോലെ വരും. പക്ഷേ എത്രമാത്രം സാമ്പിളിംഗ് റിസ്ക് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എത്രമാത്രം നിങ്ങൾക്ക് സാമ്പിൾ റിസ്ക് കുറയ്ക്കണം, ദാറ്റ് ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ അബൌട്ട് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. പിന്നെ കമ്മിങ് ടു ദ ഡിസൈഡ് ലെവൽ ഓഫ് അഷുറൻസ്, മോർ ദി അഷുറൻസ് വി വാണ്ട്, മോർ വി ഹാവ് ടു ചെക്ക്. സോ മോർ ഐറ്റംസ് മസ്റ്റ് ബി ദർ ഇൻ ദ കവറേജ്, സോ വി വിൽ ടേക്ക് എ ലാർജ് സാമ്പിൾ. ആൻഡ് മോർ സ്ട്രാറ്റിഫൈ ദ പോപ്പുലേഷൻ, മോർ കോമ്പാക്ട് ആൻഡ് പ്രിസൈസ് ദ സാമ്പിൾ സെലക്ഷൻ ക്യാൻ ബി. അതിനാണ് ചോദ്യം. സോ യെസ്, ദേ ഹാവ് നോട്ട് 5 മാർക്കാണെങ്കിൽ പോലും സാമ്പിളിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല, നേരെ അവരെ ഫാക്ടേഴ്സിലോട്ട് പോയിരിക്കുകയാണ്. യു ക്യാൻ റീഡ് ഇറ്റ്, ലോജിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ ലോജിക്ക് മാത്രമാണ്, കീവേഡ്സ് ഒന്നും അറിയില്ല. 3B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് അപ്ലയൻസസ് ലിമിറ്റഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദി അബവ് ഇവൻറ്റ്സ് ഇൻ ടു അപ്രോപ്രിയറ്റ് കാറ്റഗറീസ് ഓഫ് സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ്. ഇത് പ്രോപ്പർ പക്ക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 ക്വസ്റ്റ്യൻ ആണ്. AS4 കണ്ടിജൻസീസ് ആൻഡ് EOBS ഇവൻറ്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. State the auditor's considerations and implications on the financial in each case with reasons. Conclude whether the management statement is appropriate. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ 1 2 3 4 5 സിറ്റുവേഷൻസ് ഉണ്ട്. ആ 5 സിറ്റുവേഷനിലും നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യണം. അഡ്ജസ്റ്റിംഗ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും മിക്കവാറും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഡു എ ക്ലാസിഫിക്കേഷൻ ഹിയർ. ഓക്കെ, then what should we do? State the auditor's considerations and implications on the FS in each case with reasons and conclude whether the management statement is appropriate. Okay, നമുക്ക് നോക്കാം. മേജർ ഡെറ്റർ owing rupees 8 crore was insolvent on 15th April. No specific provision has been made at the year end. So it is a non-adjusting event. അപ്പോൾ അത് ആദ്യം ക്ലാസിഫൈ ചെയ്യുക. ഇറ്റ്സ് എ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ഇനി മാനേജ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? മാനേജ്മെൻറ്റ് ഹാസ് നോട്ട് മെയ്ഡ് എനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദി FS ബട്ട് ഹാസ് ഡിസ്ക്ലോസ് ഓൾ ദി അബവ് ഇവൻറ്റ്സ്. സോ ഇവിടെ മാനേജ്മെൻറ്റ് ഇത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണല്ലോ. മേജർ ഡെറ്റർ ഓയിങ് ടു 8 crore വാസ് becoming insolvent after 31st March. No specific provision has been made. പ്രൊവിഷൻ ഒന്നും നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല. സോ ദർ വാസ് നോ ഇൻഡിക്കേഷൻ. അപ്പം നോൺ അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ. മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ പ്രോപ്പറാണോ? മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് വേണ്ട ആവശ്യമില്ല. ഡിസ്ക്ലോസർ മാത്രം ചെയ്താൽ മതി. സോ ഓഡിറ്റർ ഇവിടെ പ്രത്യേകിച്ച് ക്വാളിഫൈഡ് ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല. എ ലീഗൽ കേസ് ഫോർ പ്രൊഡക്റ്റ് ലയബിലിറ്റി for which a provision of 3 crore was created as on 31st March was settled out of the court on 10th May. ഇത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. സോ മാനേജ്മെൻറ്റ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ആണ് ചെയ്തേക്കുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഫിഗർ ആയിരുന്നു. വി ഹാവ് ടു സേ ടു ദ മാനേജ്മെൻറ്റ്, ഇൻഫോം ദ മാനേജ്മെൻറ്റ് ദാറ്റ് ഇറ്റ്സ് എ മിസ്റ്റേറ്റ്മെൻറ്റ്. ആ ചേഞ്ച് വരുത്താത്ത പക്ഷം അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കും, FS മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കും. ആൻഡ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഡസ് നോട്ട് റെക്ടിഫൈ ദ മിസ്റ്റേക്ക് വി വിൽ ഹാവ് ടു ക്വാളിഫൈ ദ ഒപ്പീനിയൻ ഫോർ ദാറ്റ് മാറ്റർ. On 20th May the company issued fresh equity shares എന്ന് പറയുന്നതും നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. അത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് അല്ല, നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ക്ലയൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. On 25th May the board approved to plan a merger with listed entity subject to regulatory approvals. Also നോൺ അഡ്ജസ്റ്റിംഗ് മാറ്റർ ആണ്. ഇവിടെയും കുഴപ്പമില്ല.
A major fire destroyed the finished goods worth 6 crore. The losses expected to be fully covered by insurance. അപ്പോൾ ഗോയിങ് കൺസ് എഫക്റ്റ് അല്ല. സോ ഫയർ വരുന്നതും നോൺ അഡ്ജസ്റ്റിംഗ് ആണ്. സോ ഈ ഇവൻ്റെ മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റിംഗ് എന്ന് തോന്നുന്നു. ലീഗൽ കേസ് ഫോർ പ്രോഡക്റ്റ് ലയബിലിറ്റി ഫോർ വിച്ച് പ്രൊവിഷൻ ഓഫ് 3 years വാസ് ക്രിയേറ്റഡ്. ഇത് അഡ്ജസ്റ്റിംഗ് ആണ്. ബാക്കിയെല്ലാം നോൺ അഡ്ജസ്റ്റിംഗ് ആണല്ലോ വന്നേക്കുന്നത്. On 20th May issued fresh equity shares. On 25th May board approved a plan to merge with another listed company. So I think 1, 3, 4, 5 everything is non adjusting. അതൊന്ന് കൺഫേം ചെയ്യട്ടെ. ഇവിടെ ആദ്യം അവർ അഡ്ജസ്റ്റിംഗ് നോൺ അഡ്ജസ്റ്റിംഗ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആൻസറിൽ, എന്നിട്ടാണ് ആ ക്ലാസിഫിക്കേഷനിൽ പോയേക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്ക് നോൺ അഡ്ജസ്റ്റിംഗ് അല്ലേ, എക്സാമ്പിൾസ് ഓഫ് ഇവൻറ്റ്സ് എക്സിസ്റ്റഡ് ആസ് ഓൺ 31st March. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A major debtor owing to 8 crore was insolvent. No specific provision was made against it as the year end. Okay. Events providing evidence of condition. Examples of events: declaration of insolvency, major settling legal claim agreements. Okay. അതെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്. Events providing evidence of condition that exists at the date of balance sheet ഉണ്ട്. Examples of events providing additional condition: declaration of insolvency of major debtor between date of FS and date of auditable, providing evidence on the date of recovery to money. In the present case, insolvency of debtor, yes, indicates that financial difficulty existed as 31st March. Therefore, this is an adjusting event which requires adjustments by creating appropriate provision. Mere disclosure is not sufficient. Okay, അത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയിട്ടാണ് അവർ കാണിച്ചേക്കുന്നത്. ഐ തിങ്ക് ഐ സെഡ് ഇറ്റ് ഇൻ ദ റോങ് വേ. ഇത് ഓക്കെ, ഞാൻ നോൺ അഡ്ജസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നോ സ്പെസിഫിക് പ്രൊവിഷൻ. മേജർ ആ ഡെറ്റർ ഇൻസോൾവൻ്റ് ആകുന്ന യാതൊരു ലക്ഷണമൊന്നും കാണിച്ചിരുന്നല്ലോ. സാധാരണ അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ വരിക. ഒരു ഡെറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ 31st March മുമ്പേ അയാളുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, അയാളുടെ നിന്ന് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആൻഡ് അൺസർട്ടൻറ്റി ഉണ്ടായിരുന്നു, ആൻഡ് 31st March ശേഷം പിന്നെ ഇൻസോൾവൻ്റ് ആയി. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇയാൾ ഇൻസോൾവൻ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു റിസ്ക് ഫാക്ടർ 31st March ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയിട്ട് അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയുക. ഇവിടെ ജസ്റ്റ് 8 crore മേജർ ഡെറ്റർ ഓയിങ് 8 crore വാസ് ഡിക്ലെയർ ഇൻസോൾവൻ്റ് ഓൺ 15th April. നോ സ്പെസിഫിക് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് അഗൈൻസ്റ്റ് ഡെറ്റർ ആസ് 31st March. ഒരു പ്രൊവിഷനും ഇല്ല എന്നല്ലേ പറയുന്നത്. പ്രൊവിഷൻ ഇല്ലെങ്കിൽ ആക്ച്വലി അത് ഒരു അഡ്ജസ്റ്റിംഗ് അല്ലല്ലോ, നോൺ അഡ്ജസ്റ്റിംഗിൻ്റെ ഒരു സ്വഭാവമാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി കേട്ടോ. മേ ബി ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ദിസ് അഡ്വാൻസ് അക്കൗണ്ട്സ് AS ടോപ്പിക്, ബട്ട് ദെൻ എൻ്റെ ഒരു വിശ്വാസം പ്രകാരം ഇത് എനിക്ക് പെട്ടെന്ന് വായിച്ചപ്പോൾ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് അല്ല, നോൺ അഡ്ജസ്റ്റിംഗ് എന്നാണ് എനിക്ക് മനസ്സിൽ വന്നത്. ബിക്കോസ് നോ പ്രൊവിഷൻസ് വാസ് ദെയർ. പക്ഷേ അവർ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്ന അപ്രോച്ച് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് ദേ ഹാവ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് 2 types ഓഫ് ഇവൻറ്റ്സ് ഉണ്ട് 31st March ഓഡിറ്റ് റിപ്പോർട്ടിനും ഇടയിൽ. അതായത് നമ്മളുടെ SA 560 നമ്മൾ സബ്സിക്യൂട്ട് ഇവൻ്റ് എന്ന് പറയുന്നത് സെയിം പീരീഡ് തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാറുള്ളത്, EOBS എന്ന് കാണിക്കാറുള്ളത്. ആൻഡ് ദോസ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് കണ്ടീഷൻസ്, EOBS സംഭവിക്കുന്ന ഇവൻറ്റ്സിനെ നമുക്ക് ദോസ് ദാറ്റ് പ്രൊവൈഡ് കണ്ടീഷൻസ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ ബാലൻസ് ഷീറ്റ് ദാറ്റ് ആൻഡ് ദോസ് കണ്ടീഷൻസ് വിച്ച് അറൈസ് സിറ്റുവേഷൻസ് വിച്ച് ക്രിയേറ്റ് കണ്ടീഷൻസ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് FS. അങ്ങനെ 2 സിറ്റുവേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആസ് ഓൺ 31st March കണ്ടീഷൻ ഉള്ളതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക, മറ്റേതാണ് നോൺ അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക. ക്ലാസിഫിക്കേഷൻ ആപ്ലിക്കേഷൻ: ഇവൻറ്റ്സ് പ്രൊവൈഡിങ് എവിഡൻസ് ഓഫ് കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ ഡേറ്റ് ഓഫ് FS. അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഇവിടെ ഡിക്ലറേഷൻ ഓഫ് ഇൻസോൾവൻസി കണ്ടേക്കുന്നത്. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻസോൾവൻസി ഓഫ് എ മേജർ ഡെറ്റർ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആയിട്ട് നമ്മൾ അഡ്വാൻസ് അക്കൗണ്ട്സ് ഒരുപാട് ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട്. എനിക്കും പണ്ട് ഞാൻ ഇൻ്റർ പഠിക്കുന്ന സമയത്തൊട്ട് ആ ക്വസ്റ്റ്യൻ കാണുന്നതാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, എന്താ ഐ ഡോണ്ട് നോ വെദർ ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്നിട്ട് തെറ്റ് പറയുകയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ എല്ലാത്തിലും 31st March മുമ്പേ ഇയാൾ പൈസ തരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് 31st March ശേഷം ആക്ച്വലി കോർട്ട് ഇൻസോൾവൻ്റ് ഡിക്ലെയർ, അങ്ങനെയല്ലേ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഈ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഡിക്ലറേഷൻ ഓഫ് ഇൻസോൾവൻസി ഓഫ് എ മേജർ ഡെറ്റർ ഓഫ് ദി എൻറ്റിറ്റി ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് FS ആൻഡ് ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡിങ് എവിഡൻസ് ഓൺ റിക്കവറബിലിറ്റി ഓഫ് മണി ഡ്യൂ as on 31st March. In the present case, insolvency indicates that financial difficulty existed. Therefore, this is an adjusting event. Insolvency of the debtor owing to 8 crore indicate that financial difficulty exists. How come? എന്തെങ്കിലും ക്വസ്റ്റിൽ അങ്ങനെ ഇൻഡിക്കേഷൻ ഉണ്ടെന്ന് പറയണ്ടേ, ഇല്ലാണ്ട് എങ്ങനെ അസ്യൂം ചെയ്യുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് എൻ അസംഷൻ ഹിയർ. ഓൾറെഡി ക്ലയൻറ്റിനെ കോൾ ചെയ്തു, ഒരുപാട് കോൾ ചെയ്തു, അവരെടുക്കുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ചുമ്മാ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തി 31st March കഴിഞ്ഞ് ഇൻസോൾവൻ്റ് ആകുമ്പോഴത്തേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? മേ ബി യെസ്, എന്നാൽ പിന്നെ അങ്ങനെ പഠിക്കാം. പക്ഷേ എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അത് അങ്ങനെ തോന്നി. എനിവേസ്, സെക്കൻഡ് കേസിലോട്ട് പോട്ടെ. അത് എന്തായാലും സെറ്റിലിംഗ് ലീഗൽ ക്ലെയിം ഔട്ട്സൈഡ് ദ കോർട്ട് അറ്റ് എ റെഡ്യൂസ് എമൗണ്ട് ഫോർ വിച്ച് പ്രൊവിഷൻ വാസ് ഓൾറെഡി മെയ്ഡ് ഇൻ ദി FS. ഈ പ്രൊവൈഡ്സ് എവിഡൻസ് ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇഫ് എനി. അത് എന്താണ്? അഡ്ജസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ആൻസർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൻസർ പ്രകാരം
ഫസ്റ്റ് സാധനം നോൺ അഡ്ജസ്റ്റിംഗ് ആണ്, സോ ഡിസ്ക്ലോഷർ മതി. ക്ലയൻ്റ് എല്ലാം ഡിസ്ക്ലോസേ ചെയ്തിട്ടുള്ളൂ. സോ എൻ്റെ സിറ്റുവേഷനിൽ ഫസ്റ്റ് കേസ് ആ മേജർ ഡെറ്ററിൻ്റെ ഇൻസോൾവൻസി ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ ആവത്തില്ല. ആൻസറിൽ ഐസഡ് ആൻസറിൽ ഇതിനെ ഒരു അഡ്ജസ്റ്റിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഡിസ്ക്ലോഷർ പോരാ എന്ന് പറഞ്ഞു. സെക്കൻഡ് സിറ്റുവേഷൻ അഡ്ജസ്റ്റിംഗ് ഇവൻ തന്നെയാണ്, പക്ഷേ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൂ. സോ എഗെയിൻ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുക, ഇല്ലാത്ത പക്ഷം ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. 1.8 crores provides evidence regarding best estimate of liability. Excess provision should be reversed. This is an adjusting event. അടുത്ത സിറ്റുവേഷനില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സാമ്പിൾ നോൺ അഡ്ജസ്റ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അവരെന്താ എഴുതിയൊക്കെ നോക്കാം. ഇവൻസ് പ്രൊവൈഡിങ് കണ്ടീഷൻസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ദാറ്റ് അറൗസ് ആഫ്റ്റർ റേറ്റ് ഓഫ് FS, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ മെർജറൊക്കെ അവർ എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ട്രിക്ഷൻ ഓഫ് സബ്സ്റ്റൻഷ്യൽ ലിമിറ്റ്. ഇപ്പോൾ ബാക്കി എല്ലാ പോയിൻറ്റ്സും ബാക്കി റിമൈനിങ് 3, 4, 5 അവർ നോൺ അഡ്ജസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യത്തെ 2 പോയിൻറ്റിനെ അഡ്ജസ്റ്റിംഗ് ആയിട്ടാണ് ഇട്ടത് ടെക്സ്റ്റ് ബുക്കിൽ. എനിക്ക് ഓൾദോ ഫസ്റ്റിൽ എന്തോ ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തിയതായിരിക്കാം. ഓക്കെ, ഐ വിൽ ഹാവ് ടു കൺഫേം വിത്ത് ഇനി അഡ്വാൻസ് അക്കൗണ്ട്സ് ഫാക്കൽറ്റീസ് നോ. യു ഓൾസോ ക്യാൻ കൺഫേം. ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞല്ലോ, അവിടെ 31st മാർച്ചിൽ അൺസർട്ടൻറ്റി ഉണ്ട് എന്ന് പറയാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ നോൺ അഡ്ജസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കിയത്. അൺസർട്ടൻറ്റി ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻസോൾവൻ്റ് ആകുന്നതെങ്കിൽ കണ്ടീഷൻ എന്ന് ഞാൻ പറയുമായിരുന്നു. There was nothing indicating. I don't know, maybe I'm telling the wrong thing. Okay. അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് ബേസിക്കലി 3B എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു AS ക്വസ്റ്റ്യൻ മാത്രമാണ്. അതിൽ SA ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, വി ഹാവ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് appropriate evidence that all the events between 31st March and audit report which requires adjustments or disclosure has been adjusted or disclosed എന്ന് നമ്മൾ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്ററിം FSകൾ ഇൻസ്പെക്ട് ചെയ്യാം, ബോർഡ് മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം, ബോർഡ് മീറ്റിംഗ്സ് ആഫ്റ്റർ 31st March. ബട്ട് നൺ ഓഫ് ദീസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ ആസ്. അതൊന്നുമല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്, ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ്സ് പ്രോപ്പർ AS4. അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഓഡിറ്റർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ടിപ്പിക്കലായിട്ട് വരുന്ന മറ്റേ ഹോസ്പിറ്റൽ, ക്ലബ്ബ്, തിയേറ്റർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല വന്നേക്കുന്നത്. ഇത്തവണത്തെ MTP 1 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്ഷൻ 77 ഇൻവോക്ക് ചെയ്യുന്നതിൻ്റെ സിറ്റുവേഷനാണ് പറയുന്നത്. വാട്ട് ഇസ് സെക്ഷൻ 77? സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് കൊണ്ടുവരുന്ന സെക്ഷനാണ് സെക്ഷൻ 77. എപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റ് കൊണ്ടുവരിക? ഈ പറയുന്ന സ്ഥാപനത്തിൽ മിസ്മാനേജ്മെൻറ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഹോൾ ഇൻഡസ്ട്രീനെ തന്നെ ഡാമേജ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ദേ ആർ ഗോയിങ് ടുവേർഡ്സ് ഇൻസോൾവൻസി. ഏതെങ്കിലും ഒന്ന് സിറ്റുവേഷൻ സംഭവിച്ചാൽ മതി, എല്ലാം സംഭവിക്കണ്ട. ഇതിലേതെങ്കിലും സിറ്റുവേഷൻസ്, ദീസ് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഫോർ എ സ്പെഷ്യൽ ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റിന് ഓർഡർ കൊടുക്കാനുള്ള കാരണമാവുന്നത് ഇതൊക്കെയാണ്. What happened in this case? Large advances were granted to RP without adequate security. This is mismanagement. Procurement contracts were awarded without competitive bidding. ഇതും mismanagement ആണ്. Internal audit report highlighting diversion of funds were ignored by the management. Mismanagement. So we are finding a lot of mismanagement here. The debt equity ratio increased abnormally due to heavy borrowings. ഇത് ഇൻസോൾവൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. There were persistent cash flow mismatches and short-term loans were used for long-term capital. ഇതും ഇൻസോൾവൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രേഡ് അസോസിയേഷൻസ് കംപ്ലൈൻറ്റ് ദാറ്റ് ദ സൊസൈറ്റീസ് പ്രൈസിങ്, അപ്പോൾ ഇത് ഇൻഡസ്ട്രി ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ സെക്ഷൻ 77 സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ ഓഡിറ്റിന് ഉത്തരവ് കൊടുക്കാനായിട്ടുള്ള എല്ലാ റീസൺസും ഇവിടെ ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. എക്സാമിൻ വെദർ സെൻട്രൽ ഗവൺമെൻറ് ഇസ് എംപവേർഡ്. യെസ്. സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ്. കൺക്ലൂഡ് വെദർ ഇൻവൊക്കേഷൻ 77 ജസ്റ്റിഫൈഡ്. ക്വസ്റ്റനായിട്ട് കണക്ട് ചെയ്യണം. നോക്കിയാൽ ക്വസ്റ്റനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ടൈപ്പ് ഓഫ് ആൻസറിങ് ഇപ്പോൾ ഒരുപാട് ഈ RTPയിലും കണ്ടിട്ടുണ്ട്, MTPയിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം സെക്ഷൻ 77 റിക്വയർമെൻറ്റ്സ് പറയുക. സെക്ഷൻ 77 എന്താണ്, എപ്പോഴാണ് സ്പെഷ്യൽ ഓഡിറ്റ് വരിക, ആ സിറ്റുവേഷൻ പറയുക. എന്നിട്ട് ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ there were issues of large advances being granted to related parties. Procurement contracts were awarded without competitive bidding. Internal report highlighted diversion of funds. These are all examples of mismanagement. The trade associations are complaining against this society for damaging the industry. Also, the debt equity ratio increased abnormally high. There is persistent cash flow mismatches, etc. These are indicators of insolvency. ഫിനാൻഷ്യൽ അവരുടെ സോൾവൻസിനെ ത്രട്ടൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഈ കാണുന്നത്. ലിക്വിഡിറ്റിനെ ത്രട്ടൺ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ യെസ്, സെക്ഷൻ 77 യെസ് ഇവിടെ എന്താണ് ജസ്റ്റിഫയബിൾ. അവർ ആ സിറ്റുവേഷൻസിനെ ക്ലബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ സെക്ഷൻ 77 തിയറി എഴുതിയിട്ടുണ്ട്, പിന്നെ ഈ ക്വസ്റ്റ്യനിലത്തെ സിറ്റുവേഷൻസിനെ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഫുൾ പേജ് കാണുന്നത്. കാണാതെ പഠിക്കരുത്, നമ്മുടെ ആൻസേഴ്സ് പോലെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ?
Explain the concept of overall audit strategy. എന്താണ് strategy? Also state how establishing strategy would assist the auditor assist the auditor subject to completion of RAP in determination of such matters relevant to planning and the conduct of audit. What is strategy? What are the advantages of strategy? അതാണ് basically question. So what is strategy എന്ന് നോക്കുമ്പോൾ audit strategy നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. Audit strategy എന്ന് വെച്ചാൽ in the planning process as per say 300 planning process contains 4 activities: PEA, strategy, plan, program. Strategy helps to understand the nature, timing, direction of audit. Strategy will help to understand the nature, timing, extent of resources that is required. Audit strategy will give the broad idea of the audit, and with the help of a strategy, a detailed audit plan can later be developed. Plan will always be proceeding after strategy, because strategy creates the foundation for the plan. And strategy എന്താ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞതിന് ശേഷം the benefits are strategy. It helps to decide the quantitative aspect of resource deployment. How much team members must be there? How many number of persons must be included in the engagement team? That is decided in the strategy level. The qualitative aspect of resource deployment. The experienced ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് വേണോ, എക്സ്പേർട്സ് ഇൻക്ലൂഡ് ചെയ്യണോ തീരുമാനിക്കുന്നത് സ്ട്രാറ്റജി ഫേസിലാണ്. ടൈമിംഗ് ഓഫ് ദ ഡിപ്ലോയ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ് എക്സെട്ര ബിക്കം ഈസിയർ. അപ്പോൾ അതാണ് നമ്മുടെ ആ പോയിന്റ്സ്. അവർ സ്ട്രാറ്റജിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അഡ്വാൻറ്റേജ് എഴുതിയിട്ടുണ്ട്, നത്തിങ് എൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്? ആസ് പെർ 220 ഡിസ്കസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻഗേജ്മെന്റ് പാർട്ണർ ഇൻ റിലേഷൻ ടു എത്തിക്കൽ റിക്വയർമെന്റ്സ് ഇൻ ദി അബോവ് സിറ്റുവേഷൻ. SA-220 പ്രകാരം എത്തിക്കൽ റിക്വയർമെന്റ്സ് ഓഡിറ്റ് എന്താ ചെയ്യേണ്ടത്? ആസ് പെർ SA-220 അപ്പോൾ നോക്കിയേ, ആ SA-220 എന്നുള്ള ടോപ്പിക്കിൽ SQC1 റിക്വയർമെൻറ്റ്സ് ഉണ്ട്, SA-220 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് അങ്ങോട്ട് മാറിപ്പോരുത്. SQC1 എന്ന് വെച്ചാൽ ഫേമിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. ഇവിടെ EP-യുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് SA-220 സ്പെസിഫിക്കലി പറയുന്നത്. സോ EP എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിഗാർഡിങ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഉള്ള ത്രെറ്റ് ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ അത് വി ഹാവ് ടു ഇൻഫോം ടു ദാറ്റ് ദ റെസ്പോൺസിബിൾ പേഴ്സൺസ് ഇൻ ദ ഫേം എത്രയും പെട്ടെന്ന്. അങ്ങനത്തെ ടോപ്പിക്സാണ് SA-220 പറയുന്നത്. Let me take the topic for you in the book. SA-220 ethical requirements in the ഭാഗമായിട്ട് ചെയ്യേണ്ടത് we shall identify threats coming to the independence regarding engagement and report to the relevant persons in the firm and to determine what appropriate action should be taken if ethical requirements പാലിക്കാൻ പറ്റുന്നില്ല, ഇൻഡിപെൻഡൻസ് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, വി ഷുഡ് ബി ഡിസെൻഗേജ് ഓർ നോട്ട് എന്ന തീരുമാനം എടുക്കുന്നത് അത് EP-ക്ക് ചാടിക്കറി ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഡിസിഷൻ ഹാസ് ടു ബി ടേക്കൺ ഫ്രം ദ ഫേം സൈഡ്, അല്ലേ? മാനേജ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. സോ അവരെ അറിയിക്കുക. ആ 2 പോയിന്റ്സ് ആദ്യമേ നിങ്ങളുടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് എഴുതണം. ബിക്കോസ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആദ്യം അതാണ്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഓൺലി. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിസ്കസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ EP. Then as always they are connecting that with the topics in the question. Okay, question order connect ചെയ്തു. ക്വസ്റ്റ്യൻ എന്താ സംഭവിച്ചേക്കുന്നത്? During the audit for the year 31st March, the engagement partner came to know of the following matters. Spouse of one of the senior members holds substantial equity interest. ഇവിടെ ഫെമിലിയാരിറ്റി ത്രെട്ട് ടു ഇൻഡിപെൻഡൻസ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഇൻഡിപെൻഡൻസ് ത്രെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഫെമിലിയാരിറ്റി ത്രെട്ട്. The firm has provided consultancy services related to internal financial controls. So familiarity threat, independence threat കൂടുതൽ we have a familiarity threat. RP ഉള്ളത് കൊണ്ട് ഒരു familiarity threat ഉണ്ട്. സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ട്. സെയിം ക്ലയൻറ്റിന് നമ്മൾ കൺസൾട്ടൻസി സർവീസ് കൊടുത്തിട്ടുള്ളത് സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ട്. A partner of the firm has been offered a position on the advisory board of the company. So we have a self-interest threat. ഇത് ആക്ച്വലി SA-220 ക്വസ്റ്റൻ ആണോ 200 ക്വസ്റ്റൻ എന്നുള്ളതാണ് സംശയം ഇപ്പോൾ. കാരണം SA-200 ഇൻഡിപെൻഡൻസിൻ്റെ ത്രെട്ട് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ത്രെഡ്സിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഫെമിലിയാരിറ്റി ത്രെട്ട് കണ്ടു, സെൽഫ് റിവ്യൂ ത്രെട്ട് കണ്ടു, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് കണ്ടു. ഓക്കെ, Mr. A believes that certain situations may create threats to independence. However, due to the significance of the client, the firm is elected to consider withdrawal. As per SA-220, what should we do? സോ ആസ് പെർ SA-220 നമ്മൾ എന്താ ചെയ്യണം? ആദ്യം 220 എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഭാഗമായിട്ട് ചെയ്യേണ്ട 2 പോയിന്റ്സ് പറയാം. നമ്മൾ ഇൻഡിപെൻഡൻസ് ത്രെട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് ടു റെസ്പോണ്ട് ടു ദ അപ്രോപ്രിയേറ്റ് പേഴ്സൺ. ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. ഇൻ ദി ഗിവൺ കേസ്, ഫെമിലിയാരിറ്റി ത്രെട്ട്, സെൽഫ് റിവ്യൂ ത്രെട്ട് ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബിക്കോസ് ഓഫ് ദി സിറ്റുവേഷൻസ്. ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റൻ കോട്ട് ചെയ്യുക. Therefore, as an auditor, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ത്രെട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് we have to respond, we have to communicate that, inform that matter with the responsible seniors in the firm and take them to require them to take necessary action to safeguard the independence. ത്രെട്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ വിഡ്രോ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. അതാണ് എൻ്റെ ആൻസർ വരുന്നത്.
Paramarth Limited is engaged in manufacturing. State the reporting requirements under clause 2 inventories CARO 2020. CARO 2020യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഇൻ ക്ലോസ് നമ്പർ 2. ക്ലോസ് നമ്പർ 2 ഇൻവെൻട്രീനെ എന്തോ പറയുന്നത്, ഇൻവെൻട്രി ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നുണ്ടോ, ടൈംലി ഇൻ്റർവെൽസിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരുന്നുണ്ടോ, അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് എന്തെങ്കിലും സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ ഫോർ മോർ ദാൻ 5 ഇയർ ആണെങ്കിൽ ബാങ്കിന് കൊടുക്കുന്ന സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ അമൗണ്ടും കമ്പനിയുടെ റെക്കോർഡ്സ് പ്രകാരമുള്ള അമൗണ്ടും മിസ്മാച്ച് ഉണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ സ്റ്റോക്ക് ഓഡിറ്റ് എന്നുള്ള ഒരു വലിയ ലെക്ചർ നോട്ടിലൊക്കെ നമ്മൾ വരച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ യെസ്, അത് CARO 2020 ഡിറ്റോ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസറാണ്. ഓക്കെ, അത് വലിയ വിഷയമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what are the specific evaluations that is required while evaluating the FS? Do you understand where this topic is specific evaluation? നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക് നമ്മൾ പറയുന്ന സംഭവമുണ്ട്. ഈ റീസണബിൾ അഷുറൻസ് കിട്ടാനായിട്ട് 3 കാര്യങ്ങൾ വേണം. സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ആസ് പെർ സെ 500 വേണം. വി ഹാവ് ടു ഇവാലുവേറ്റ് ദി ഇഫക്റ്റ് ഓഫ് ദി അൺകട്ട് മിസ്റ്റേക്സ് ആസ് പെർ സെ 450 ആൻഡ് ദെൻ പെർഫോം സ്പെസിഫിക് ഇവാലുവേഷൻസ് ആസ് പെർ സെ 700. So explain the specific evaluation as per 700. The specific evaluations we have to complete ബിഫോർ ഫോമിങ് ദി ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വി ഹാവ് ടു റൈറ്റ് ഈ പോയിന്റ്സ് നമുക്ക് എഴുതേണ്ടി വരും. ആൻഡ് സ്പെസിഫിക് ഇവാലുവേഷൻസ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 പോയിന്റ്സ് ആണ്. അതായത് FS AFR പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അക്കൗണ്ടിങ് പോളിസി കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ടെർമിനോളജി യൂസ് ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ, ഷെഡ്യൂൾ 3 പ്രകാരമാണ് പ്രസൻറ്റേഷൻ, എല്ലാ ഡിസ്ക്ലോഷേഴ്സും ക്ലിയറും അൺആംബിഗ്വസ് ആയിട്ട് വന്നിട്ടുണ്ടോ, അക്കൗണ്ടിങ് പോളിസീസ് ഡിസ്ക്ലോസ് ആയിട്ടുണ്ടോ, ചേഞ്ചസ് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ അവരുടെ മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് റീസണബിൾ ആണോ, എസ്റ്റിമേറ്റ്സ് എല്ലാം റീസണബിൾ ആണോ, അങ്ങനത്തെ ഒരു 7 പോയിന്റ്സ് ഉണ്ട്. ഐ വിൽ ഷോ യു ദ പോയിന്റ്സ്. SA 700 നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം. SA 700, ലെറ്റ് മീ ടേക്ക് ഇറ്റ്, പേജ് നമ്പർ ഇറ്റ് വിൽ ബി 96 ആണോ, അല്ല, പേജ് നമ്പർ 95 സ്പെസിഫിക് ഇവാലുവേഷൻസ് FS AFR പ്രകാരമാണോ, അക്കൗണ്ടിങ് പോളിസി AS1 പ്രകാരം എല്ലാ ഡിസ്ക്ലോഷർ അക്കൗണ്ടിങ് പോളിസീസിന് ഡിസ്ക്ലോഷർ ചെയ്തിട്ടുണ്ടോ, കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്ന റീസണബിൾ ആണോ, എല്ലാ ഇൻഫർമേഷൻസും ക്ലിയറും അൺആംബിഗ്വസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കണം, റെലവൻറ്റ് ഡിസ്ക്ലോഷേഴ്സ് കാണണം, ടെർമിനോളജീസ് ക്ലാസിഫിക്കേഷൻസ് മസ്റ്റ് ബി പ്രോപ്പർ. Now these are the 7 specific evaluations. Now the question is what? ഇത് ഒരുപാട് നാളായി, അത് 2000, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ തിങ്ക് 2023 മുമ്പ്, അതിനുശേഷം എന്തായാലും ചോദിച്ചിട്ടില്ല. വളരെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ സ്പെസിഫിക് ഇവാലുവേഷൻസിലുള്ള ക്വസ്റ്റ്യൻ കാണുന്നത്. 2020 മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇത് കണ്ടിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. കാരണം കുറേ പിള്ളേർ അന്ന് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷമാണ് ആക്ച്വലി ഞാൻ എൻ്റെ നോട്ടിലോട്ട് ഇതിനെ സ്പെസിഫിക് ഇവാലുവേഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ലെക്ചർ നോട്ട്സിലും ഇതിലും ഞാൻ ആക്കിയത്. അങ്ങനത്തെ ഒരു ഓർമ്മ എനിക്ക്. ബട്ട് അതിനുശേഷം പിന്നീട് എല്ലാ അറ്റംപ്റ്റിലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നല്ലാണ്ട് എക്സാമിനെ കണ്ടിട്ടില്ല. യെസ്, ഒരു പഴയ സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഈ ക്വസ്റ്റിനെ വരവേൽക്കുന്നു. MTPയിലാണ് വന്നേക്കുന്നത്. എക്സാമിനൊക്കെ വന്നാൽ പൊളിക്കാം, സിമ്പിൾ സാധനമാണ് ഇതൊക്കെ. ആൻഡ് MTP ഞാൻ എപ്പോഴും പറയാറുണ്ട്, MTPയിലത്തെ മാർക്സ് എപ്പോഴും ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആണ്. സ്പെസിഫിക് ഇവാലുവേഷൻസ് ഒന്നും 5 മാർക്കിനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ചോദിക്കുകയാണെങ്കിൽ അല്ല 3 മാർക്കിനോ എല്ലാം ചോദിക്കും. നമ്മൾ ക്ലാസ്സിൽ അങ്ങനത്തെ ഒത്തിരി ഇൻസ്റ്റൻസസ് കണ്ടിട്ടുണ്ട്. MTPയിൽ 4, 5 മാർക്കിന് ചോദിക്കുന്ന സാധനം എക്സാമിന് 2-3 മാർക്സിന് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പോസിബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സ്പെസിഫിക് ഇവാലുവേഷൻസ് ചോദിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഇവാലുവേഷൻസ് ആ 7 പോയിന്റ്സ് അവർ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് ഇവാലുവേഷൻസ് ഫർദർ സ്റ്റേറ്റ് ദി അഡീഷണൽ ഇവാലുവേഷൻ റിക്വയർഡ് വെൻ ദ FS ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് AFRF. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഇവാലുവേഷൻസ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള ആ 7 പോയിന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ പ്രൊസീജിയേഴ്സ് എന്താ പറഞ്ഞേക്കുന്നത്? ഓവറോൾ പ്രസൻറ്റേഷൻ സ്ട്രക്ചർ ഓഫ് ദി FS AFRF പ്രകാരമാണ് നോക്കണം. വെദർ FS contains all the relevant notes and represents the underlying transactions events in which will achieve a fair presentation. അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ആ 2 പോയിന്റ് നോക്കി വയ്ക്കുക. അതായത് നമ്മുടെ സ്പെസിഫിക് ഇവാലുവേഷൻസ് ഇതാണ്. അതിന് പുറമെ ഫർദർ when the FS is prepared in accordance with the AFRF, the evaluation shall also include evaluation by the author of certain additional കാര്യങ്ങളും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഓവറോൾ പ്രസൻറ്റേഷൻ AFRF. AFRFന് നമ്മൾ ലെക്ചർ നോട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് ജനറൽ പർപ്പസ് FSൽ തന്നെ കംപ്ലയൻസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നവർ, ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഡസ് ദ പ്രസൻറ്റേഷൻ, ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് ദി FS, ഇസ് ഇറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റെലവൻറ്റ് AFRF ആൻഡ് വെദർ ദ FS കണ്ടെയ്ൻസ് റെലവൻറ്റ് നോട്ട്സ് ആൻഡ് എക്സെട്ര ആൻഡ് വിച്ച് റെപ്രസെൻസ് ദി അണ്ടർലൈൻ ട്രാൻസാക്ഷൻസ്. അണ്ടർലൈൻ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ്സിനെയും ഡീറ്റെയിൽ ചെയ്യുന്ന നോട്ട്സും ഒക്കെ റെഫറൻസസ് ഒക്കെ അതിൽ അവർ മാനേജ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുന്നതാണ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് പറയുന്നത്. അഡീഷണൽ പ്രൊസീജിയേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സ്പെസിഫിക് ഇവാലുവേഷൻസ് 7 പോയിന്റ് നോക്കി വെച്ചോ. സിമ്പിൾ ആയിട്ടുള്ള ചോട്ടാപ്പി 7 പോയിന്റ്സ് ആണ്. ഈസി ടു സ്റ്റഡി, ഈസി ടു സ്കോർ, ഈസി ടു റൈറ്റ് എവറിത്തിങ്.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 5B എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് പാർട്ണർ ഹാസ് ആസ് ഓഡിറ്റിംഗ് ടു ഔട്ട്ലൈൻ എനി 5 പ്രൊസീജിയേഴ്സ് which is required to be undertaken when auditing the employee benefit expense. Again, audit of different items ചാപ്റ്ററിലത്തെ ടോപ്പിക്കാണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നോക്കുക എന്നൊരു ടോപ്പിക്കുണ്ട്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എവിടെയാണ് എന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കട്ടെ, ഒരു സെക്കൻഡ്. നമ്മുടെ ലൈക്ക് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ടോപ്പിക്കാണ്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ പറയാറില്ലേ, ഈ പറയുന്ന ഒരു 10 ഐറ്റത്തിന് അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ആ 10 ഐറ്റത്തിൽ വരുന്ന സാധനമല്ല. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആക്ച്വലി 11, 12, 13, 14 ലാസ്റ്റ് 14 ഐറ്റത്തിൽ വരുന്ന ടോപ്പിക്സ് ആണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. അത് ആക്ച്വലി നമ്മുടെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സാധനം കിട്ടും. ഒരു സെക്കൻഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എടുക്കണം, ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആദ്യം നമ്മുടെ നോട്ട് നോക്കട്ടെ, ഒരു മിനിറ്റ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൻ്റെ നോട്ട്, യെസ്, ഇറ്റ് ഇസ് ഇൻ പേജ് നമ്പർ, നമ്മുടെ മെറ്റീരിയൽ പേജ് നമ്പർ 184 കാണാൻ വേണ്ടി പറ്റും. പേജ് നമ്പർ 184 എംപ്ലോയി ബെനിഫിറ്റ്. ഇതിന് അസേർഷൻസ് അല്ല, ലൈക്ക് ആദ്യത്തെ 10 ഐറ്റത്തിനാണ് അസേർഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫ്രെയിം വർക്ക് ഞാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന് ശേഷം വരുന്ന കുട്ടി കുട്ടി ടോപ്പിക്സിലാണ് വന്നിരിക്കുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വെച്ചാൽ എന്താ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വെച്ചാൽ ഈ കോസ്റ്റ് കമ്പനി CTC എന്ന് പറയുമല്ലോ, അതായത് ഒരു കമ്പനി ടോട്ടൽ അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചിലവ് ഇൻകർ ചെയ്യുന്നുണ്ട് ഫോർ ദെയർ ലൈക്ക് കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് എന്നുള്ള സ്കീമിൽ എന്ന രീതിയിൽ എത്രമാത്രം പൈസ ഇൻകർ ചെയ്യുന്നുണ്ട്, അതിനാണ് ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് P&L കൊണ്ടൊരു എക്സ്പെൻസ് ആണ്. വേജസ്, സാലറി, ലീവ് എൻകാഷ്മെൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, സ്റ്റാഫ് ട്രെയിനിങ് എക്സ്പെൻസ്, ഇതെല്ലാം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലോട്ട് പോകുന്ന സംഭവങ്ങളാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് 1, 2, 3, 4, 5, 6, 7 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ പോയിൻറ്റ്സ് വരുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോൾസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇഫക്റ്റീവ് ആണോ എന്ന് നോക്കുക. ആൻഡ് ഇഫ് ദേ ആർ ഇഫക്റ്റീവ് വി ക്യാൻ റെഡ്യൂസ് സബ്സ്റ്റൻറ്റീവ് പ്രൊസീജിയേഴ്സ്. കോമൺ കൺട്രോൾസ് ഓവർ ദ എംപ്ലോയി ബെനിഫിറ്റ്. എംപ്ലോയി ബെനിഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് നോക്കേണ്ട കൺട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് പ്രോപ്പറായിട്ടുള്ള അറ്റൻഡൻസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എംപ്ലോയി മാസ്റ്റർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, പേറോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. അതേപോലെ വി ഹാവ് ടു ടേക്ക് എ റാൻഡം സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിനെ സാമ്പിൾ ബേസിലും ചെക്ക് ചെയ്യുക. എങ്ങനെയാണ്? ഈ എംപ്ലോയീസിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സും HR പോളിസീസും അറ്റൻഡൻസ് റെക്കോർഡ്സിൻ്റെ ബേസിസിൽ. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ഈ കൊടുത്തേക്കുന്ന എക്സ്പെൻസ് റീസണബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം സീനിയർ എംപ്ലോയീസ് എത്രയുണ്ട്, ജൂനിയർ എംപ്ലോയീസ് എത്രയുണ്ട്, ന്യൂ കമേഴ്സ് എത്രയുണ്ട് എന്നതിൻ്റെയൊക്കെ ബേസിസിൽ എത്ര മാസം ലീവിന് പോയിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടേ ആ എക്സ്പെൻസിൻ്റെ റീസണബിൾനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ വി ക്യാൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ടു കൺഫേം ദ റീസണബിൾനെസ് ഓഫ് ദ എക്സ്പെൻസസ്. പിന്നെ വി ഹാവ് ടു ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി എൻറ്റിറ്റീസ് പ്രോസസ് ഫോർ ക്യാപ്ചറിങ് എംപ്ലോയി അറ്റൻഡൻസ്. എങ്ങനെയാണ് എംപ്ലോയി അറ്റൻഡൻസ് ക്യാപ്ചർ ചെയ്യുന്നത്? മാനുവലി വന്നിട്ട് എണ്ണുവാണോ അതോ ബയോമെട്രിക്സ് ഉണ്ടോ? ഒബ്റ്റെയിൻ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് അറ്റ് ദ പീരിയഡ് അലോങ് വിത്ത് മന്ത്ലി മൂവ്മെൻറ്റ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ന്യൂ ഹയേഴ്സ്, ലീവേഴ്സ് എക്സെട്ര. ഒബ്റ്റെയിൻ മന്ത്ലി സാലറി രജിസ്റ്റർ ഫോർ 12 months. പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നോക്കും. അങ്ങനത്തെ സ്ട്രേറ്റ് ഫോർവേഡ് പോയിൻറ്റ്സ് കിട്ടും. സോ അത് ഒന്ന് നോക്കി വെക്കുക. ഇനി 5 പോയിൻറ്റ്സേ ആവശ്യപ്പെട്ടുള്ളൂ. RTP അല്ല, MTP ബീങ് MTP അവരെല്ലാം നിരത്തി പിടിച്ച് 5 പോയിന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേണ്ട, ഇനി 5 പോയിൻറ്റ്സ് യു ക്യാൻ സ്റ്റഡി. നമ്മുടെ മെറ്റീരിയലത്തെ പോയിൻറ്റ്സ് നോക്കിയിരുന്നാൽ മതി. ഇവർ ICI മെറ്റീരിയൽ ഫുൾ കോപ്പി പേസ്റ്റ് ആണ്. ഡോണ്ട് ഫ്രെറ്റ് യുവർ സെൽഫ് ഓവർ ദാറ്റ്. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ്റെ C പാർട്ടിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, അഗെയിൻ ഓഡിറ്റർ അപ്പോൾ ഓഡിറ്റർ ഡിഫറെൻറ്റ് ഐറ്റത്തിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ ഭയങ്കര ഡെഫിനറ്റ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് 15 to 16. ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ മാർക്സ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. 16 to 18 മാർക്സിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ. നിങ്ങൾ ബാക്കി എല്ലാ ചാപ്റ്ററും പഠിച്ചു ഇത് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി ഇതിൽ ആൻസർ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. വെരി വൺ ഓഫ് ദ കീ aspect you have to focus when you prepare for audit exam is audit of different items chapter സ്ട്രോങ് ആക്കലാണ്. ആൻഡ് അതിൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ചലഞ്ച് ഇതാണ്, ഈ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ബാക്കി എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്കിങ്ങനെ തരാൻ പറ്റും. ബട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി സെറ്റാക്കാനേ അതിലേ അർത്ഥമുള്ളൂ. കാരണം ചുമ്മാ വെറുതെ റാൻഡമായിട്ട് കുറേ പോയിന്റ്സ് ഇങ്ങനെ ക്ലാസ്സിൽ വായിച്ച് വിട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു ഗുണവും കിട്ടത്തില്ല. സോ എപ്പോഴും ഞാൻ പറയുന്ന സംഭവം അതാണ്. MTP സെഷൻസ് ഞാൻ നിങ്ങൾ എല്ലാ ക്ലാസ് വീഡിയോസിലും ഓർമ്മിപ്പിക്കുന്നതും നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് മാർക്ക് എടുത്തു. ഇപ്പോൾ ഈ 5Cയിലും വന്നേക്കുന്ന അഗെയിൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിൻ്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 5 പ്രൊസീജിയേഴ്സ്. സ്റ്റേറ്റ് ദി ഓഡിറ്റ് പ്രൊസീജിയർ ഇനി 5 generally required to be undertaken while auditing the provisions and contingent liabilities. Provisions and contingent liabilities അത് അഗെയിൻ മെറ്റീരിയൽ കാണിച്ചത് അത് നമ്മുടെ ആദ്യത്തെ ഈ 5 ഐറ്റത്തിൽ വരുന്ന സംഭവമാണ്. സോ ആദ്യത്തെ 10 ഐറ്റത്തിൽ വരുന്ന ടോപ്പിക്കാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് നോക്കട്ടെ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആദ്യം എടുക്കണം. യെസ്, വി ഹാവ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്.
ഓക്കെ, അതിൻ്റെ എക്സിസ്റ്റൻസിന് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. കണ്ടിജന്റ് ലയബിലിറ്റീസിൻ്റെ എക്സിസ്റ്റൻസ് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, വാല്യുവേഷൻ, ഇതിൻ്റെ അല്ലേ 4 അസേഷൻസിന് 5 പോയിന്റ് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ. എക്സിസ്റ്റൻസ് നോക്കാനായിട്ട് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ഒരു ഐറ്റമേ സ്റ്റഡി പറ്റുള്ളൂ, അപ്പോൾ ഒരു ഐറ്റം എഴുതിയാൽ മതി. obtain list of all the provisions and compare them with the balance of the ledger. Completeness നോക്കാനായിട്ട് inspect the underlying agreements, like agreement with the customers, to assess warranty commitments, any legal other claims etc. Inspect the documentations. പിന്നെ ഈ എത്ര മൊത്തം പ്രൊവിഷൻസ് ഉണ്ട് എന്നതിൻ്റെ ഫുൾ ലിസ്റ്റ് എടുക്കുക, ലെജറായിട്ട് കമ്പയർ ചെയ്യുക. ഈ ഓരോ പ്രൊവിഷൻസിൻ്റെയും ലിറ്റിഗേഷൻസിൻ്റെയും ക്ലെയിംസിൻ്റെയും അണ്ടർലൈൻ റെക്കോർഡ്സും അഗ്രിമെൻറ്റ്സും കസ്റ്റമേഴ്സുള്ള അഗ്രിമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഒറ്റ പോയിൻ്റേ ഉള്ളൂ കംപ്ലീറ്റ്നെസ്സിന്. വാലുവേഷൻ ചെയ്യാനായിട്ട് obtain the അണ്ടർലൈങ് വർക്കിംഗ് ആൻഡ് ദ ബേസിസ് ഫോർ ഈച്ച് പ്രൊവിഷൻ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ രീതി നോക്കുക. എക്സ്പോർട്സ് റിപ്പോർട്ട്, മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ടിന് റിപ്പോർട്ട് അവൈലബിൾ ആണെങ്കിൽ ആ റിപ്പോർട്ട് സ്റ്റാഫ് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ആക്ച്വറീസ് ആയിക്കോട്ടെ, അങ്ങനത്തെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകളുടെ റിപ്പോർട്ട്സ് ഇൻസ്പെക്ട് ചെയ്യുക. പിന്നെ SA 500 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ SA 500 പറയുന്നുണ്ട്. വെദർ എക്സ്പേർട്ട് ഈസ് ആക്ച്വലി എംപ്ലോയ്ഡ് ബൈ ദ എൻറ്റിറ്റി ഓർ ഔട്ട്സൈഡ് പേഴ്സൺ, എക്സ്പേർട്ടിന് ഇൻഡിപെൻഡൻസ് ഉണ്ടോ, പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ദ വർക്ക് ഓഫ് ദ എക്സ്പേർട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബാക്കിയെല്ലാം എക്സ്പേർട്ടിനെ പറ്റി പറഞ്ഞിരിക്കുക. യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് അറ്റ്ലീസ്റ്റ് 1 2 3 4 5 6 പോയിൻറ്റ്സ്. 5 പോയിൻറ്റ്സ് എഴുതിയിരുന്നാൽ മതിയല്ലോ. സുഖമായിട്ട് 6 പോയിൻറ്റ് 5 പോയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതേ പോയിൻറ്റ്സ് തന്നെ ആയിരിക്കും അവരും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ജസ്റ്റ് 1 സെക്കൻഡ്, എൻ്റെ ആപ്പ് ഒന്ന് ഹാങ് ആയി, ഒന്ന് എടുത്തോട്ടെ. സോ യെസ്, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിലത്തെ ഈ ഒരു അപ്രോച്ച് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ കാൺട്ട് ഇത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഇത് ലൈക്ക് എൻ്റെ എത്ര പറഞ്ഞാലും പല പിള്ളേർക്കും ഇപ്പോഴും ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതും ഒരു വലിയൊരു പ്രശ്നമാണ്. യു ഡോണ്ട് ഹാവ് ടു മറ്റേ ബൈ ഹാർട്ട് യു കാൺ ബൈ ഹാർട്ട് എവറിത്തിങ് ഐറ്റംസ്. ഈ ഓർഡർ ഡിഫറെൻറ്റ് ഐറ്റം ചാപ്റ്ററിൽ അതിൻ്റെ ഫുൾ സൈസ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 10-14 ഐറ്റംസ് മൊത്തം ഉണ്ട്. അതിൽ ആദ്യത്തെ 10 ഐറ്റത്തിന് അസേഷൻസ്. ഓക്കെ, യെസ്. സോ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൻ്റെ പോയിന്റ് കഴിഞ്ഞു, പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റീസിൻ്റെ പോയിന്റ് കഴിഞ്ഞു. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ MTP 1, വിച്ച് ഇസ് 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ്റെ A പാർട്ട് എന്താണ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് that the auditor may obtain from the management regarding its responsibility for the preparation of FS. Explain the written representation that the auditor may obtain. Also comment on whether the auditor can accept representations containing qualifying language. Yes, is the SA 580 ട്രഡീഷണൽ ഏരിയ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ SA 580 പ്രകാരം റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് വാങ്ങിക്കുന്നത് അധികവും 2 പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്, 3 പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ടു മേക്ക് ദ മാനേജ്മെൻറ്റ് കൺഫേം ദ റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് ദി FS. 2, നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ ചില അതർ റെപ്രസെൻറ്റേഷൻ, FSലത്തെ പ്രിപ്പറേഷൻ, FSൻ്റെ പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷറിനെ സംബന്ധിക്കുന്ന ചില റെപ്രസെൻറ്റേഷൻസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വാങ്ങിക്കുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. OPQ എന്ന ക്ലയൻ്റാണ്. ദ കമ്പനി ഹാസ് സിഗ്നിഫിക്കൻറ്റ് എസ്റ്റിമേറ്റ്സ് ഇൻ ദ FS. ഒരുപാട് എസ്റ്റിമേറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ആക്ച്വൽ വാല്യുവേഷൻ ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. സോ ഒബ്വിയസ്ലി ആക്ച്വൽ വാല്യുവേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെടുമ്പോൾ sometimes the representations they give to us will be from by making enquiry with the so called expert. ആ സബ്ജക്ട് എക്സ്പേർട്ടിൽ നിന്നും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് മാനേജ്മെൻറ്റ് മേ സംടൈംസ് ചൂസ് obtain information from the experts before giving us representation. That is totally acceptable. അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം, എന്നാലേ ആ റെപ്രസെൻറ്റേഷൻ വാലിഡ് ആവത്തുള്ളൂ, റിലയബിൾ ആവത്തുള്ളൂ. CAR has been appointed as the statutory auditor. During the course of the audit, auditor noted that the preparation of the FS involved inputs from several specialists including actuary, staff engineers etc. and legal counsels. എല്ലാ ആൾക്കാരും ഉണ്ട്. നമ്മുടെ SA 580 പറയുന്ന എല്ലാ എക്സ്പേർട്സിനെയും കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. While completing the audit, we requested the management to provide representation confirming they have fulfilled their responsibility for the preparation of the FS. Management agreed to provide such representation, but proposed to include a qualifying language which is totally acceptable. To the best of my knowledge and belief, എൻ്റെ അറിവിലും വിശ്വാസത്തിലും അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഒരു കാര്യം എന്ന മട്ടിലത്തെ സെൻറ്റൻസുകളാണ് നമ്മൾ ഈ ക്വാളിഫയിങ് ലാംഗ്വേജ് എന്ന് ഉപയോഗിക്കുക. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കുന്നത്, ഇതിപ്പോൾ നിങ്ങൾ CA ഇൻ്റർ എക്സാം എഴുതുന്നു വെച്ചിട്ട് നിങ്ങൾ CA ഇൻ്ററും CA ഫൈനലും പഠിച്ചിട്ടാണ് CAക്കാരാവുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് നാളെ ക്ലയൻറ്റ് ഓഫീസിൽ പോയിട്ട് അവരെ പരീക്ഷയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് അവരുടെ അറിവിലും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വിശ്വാസങ്ങൾക്കും പ്രകാരം എന്താണോ അവർക്ക് പറയാനുള്ളത് അങ്ങനെ അവർക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വെട്ടൊന്നും മുറി 2 പോലെ യെസ് നോ ആൻസർ മാത്രമേ തരാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ക്ലയൻറ്റിൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല.
ചില സമയത്ത് ഇപ്പോൾ ഈ ലീഗൽ എക്സ്പെൻസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ എക്സ്പെൻസിനെ സംബന്ധിക്കുന്ന കൺഫർമേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് സംടൈംസ് ദ മാനേജ്മെൻറ്റ് വിൽ ബി യൂസിങ് ഡെഫിനറ്റ്ലി എ ക്വാളിഫൈങ് ലാംഗ്വേജ്. അവർ പറയും, സാറേ നമ്മളുടെ അക്കൗണ്ടൻ്റ് അല്ല, നമ്മളല്ല ഈ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്, ഈ ലീഗൽ എക്സ്പെൻസ് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ആക്ച്വറിയൽ വാല്യുവേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അവർ തന്നിട്ടുള്ള റിപ്പോർട്ട്സ് പ്രകാരമാണ് നമ്മൾ ഈ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന രീതിയിലും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാം, ആൻസർ പറയാം. ദാറ്റ് ഇസ് ടോട്ടലി അക്സെപ്റ്റബിൾ. ഇത് SA 580 പറയുന്ന ടോപ്പിക്കാണ്. ലെറ്റ് മീ ഷോ യു ദ ടോപ്പിക് ഫ്രം അവർ ടെക്സ്റ്റ് ബുക്ക്. SA 580. You can see that in page number എവിടെയായിരിക്കും, 570 into 580. Yes, regarding the preparation and presentation of FS, ഈ entire topic ഇവിടെ കാണാൻ വേണ്ടി പറ്റും. We have to obtain representation that the management has fulfilled their responsibility for the preparation of the FS. Sometimes the management will decide to make inquiries with the management's expert, to provide us representation. Such individuals may include actuary, staff engineers, internal counsels. അത് 3 പേരും ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. In some cases, management may also include in the representation qualifying language to the effect that the representations are being to the best of their knowledge and belief എന്നും പറയാം. സോ ഈ ഒരു ടോപ്പിക്കാണ് MCQലത്തെ MTPയിലത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അവർ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഒരു ഫുൾ പേജ് തിയറി, 1.5 പേജിൻ്റെ തിയറി ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ആ മെറ്റീരിയൽ കീ കണ്ടൻറ്റ് കൃത്യമായിട്ട് ഞാൻ ബുക്കിൽ തന്നിട്ടുണ്ട്, അത് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, യു വിൽ ബി സേഫ്. ഹാവിങ് ഓൾ ദ കീവേഡ്സ് ആൻഡ് പോയിന്റ്സ് ദെയർ, അത് എഴുതിയിരുന്നാൽ മതി. ഓക്കെ, പഠിക്കാൻ പറ്റുന്നതും ഓർത്തെടുക്കാൻ പറ്റുന്നതും എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടും ഡിസ്കസ് ചെയ്തിട്ടും അതിനുവേണ്ടി സമയം കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു എൻസൈക്ലോപീഡിയ നിറയെ ഫുൾ കാണാതെ പഠിക്കുന്ന പോലെ പോയിട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വയബിൾ ഫോർ ദി എക്സാം എനിവേസ്. യൂസ്ഫുൾ അല്ലാത്ത കാര്യം വെറുതെ വായിച്ചിട്ടും കാര്യമില്ല. നമുക്ക് എക്സാമിന് എത്ര എഴുതാൻ പറ്റുമോ, എത്ര ഓർത്ത് വയ്ക്കാൻ പറ്റുമോ, മാർക്ക് കിട്ടാൻ എന്ത് വേണോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റെഡിയാക്കി വെച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് പോവുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. സോ ഇത് തന്നെ അവരെയും എഴുതിയേക്കുന്നത്, ഒറ്റൽ റിക്വസ്റ്റ് മാനേജ്മെൻറ്റ് ടു പ്രൊവൈഡ് റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ഫുൾഫിൽ ദ റെസ്പോൺസിബിലിറ്റീസ് for the preparation of the FS in accordance with the AFRF. ഓക്കെ, അത് തന്നെയാണ് നമ്മളും പറഞ്ഞത്. Due to his responsibility for the preparation and presentation of FS and his responsibility for the conduct of the entity's business, management would be expected to have sufficient knowledge of the process followed by the entity. In some case, management may decide to make inquiries of others also, actuary, staff engineers or internal counsels. In some cases, management may include in the representation a qualifying language that the representations are made to the best of his knowledge. To reinforce the need for management to make informed representation, we have to request the management that daughter may request that management include in the representation confirmation that it has made such inquiries, etc. അതായത് to reinforce the quality of the representation, we have to make sure that the management has indeed made these inquiries. ഇവരോടൊക്കെ എൻക്വയറി ചെയ്തിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് തരുന്നതെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് കൺക്ലൂഡ് ചെയ്തു, in the given case, auditor may obtain representation from the management. The inclusion of the phrase is acceptable. യെസ്, അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ്സ് എഴുതുക, എന്നിട്ട് ആ കൺക്ലൂഷൻ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്, അത് ഓക്കെ ആണെന്ന് പറയുക. അത് തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അവർ നിരത്തി പിടിച്ചിട്ട് ഫുൾ സ്റ്റഡി മെറ്റീരിയൽ ലാംഗ്വേജ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ആ പോയിന്റ്സ് തന്നെ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6B. What is the question? With reference to essay 210, agreeing to terms of engagement program, explain the matters we should consider before accepting engagement in order to establish whether the preconditions are present. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. essay 210 preconditions എന്തൊക്കെയാണ്? Preconditions വെച്ചാൽ 2 പോയിന്റേ ഉള്ളൂ. എന്താണ് ഫസ്റ്റ് പോയിന്റ്? വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി FS ഇസ് പ്രിപ്പയർഡ് ആസ് പെർ ദ AFRF. ആൻഡ് രണ്ടാമത്തെ കാര്യം ഇസ് മേക്ക് ഷുവർ ദാറ്റ് ദ മാനേജ്മെന്റ് അക്സെപ്റ്റ് ആൻഡ് അക്നോളജ് ദിയർ റെസ്പോൺസിബിലിറ്റീസ് which is given in essay 200. അതായത് regarding the preparation of the FS and preparation of the FS as per AFRF and implementation of internal control, regarding providing the auditor with unrestricted access to every books of accounts officers employees and also providing the auditor with any information and any additional information. അതായത് നമ്മുടെ പ്രിമൈസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓഡിറ്റർമാർ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റും അത് അക്സെപ്റ്റും അക്നോളജും ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ FS പ്രിപ്പയർ ചെയ്തേക്കുന്നത് AFRF പ്രകാരമാണ്. സിമ്പിൾ സാധനം അത് തന്നെയാണ്. ഈവൻ പ്രീ കണ്ടീഷൻസ് പോലും അവർ എത്രമാത്രം ചുമ്മാ വലിച്ചു വാരാൻ പറ്റുമോ അത്രയും വലിച്ചു വാരി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പ്രീ കണ്ടീഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ആ 1, 2 രണ്ടാമത്തെ പോയിന്റിലത്തെ പ്രിമൈസിലത്തെ 3 പോയിന്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കൺക്ലൂഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കൺക്ലൂഷൻസ് ആണ് ഈ കാണുന്നത്. ദെയർഫോർ ഇതെല്ലാം ഉണ്ടെങ്കിൽ വി ക്യാൻ അക്സെപ്റ്റ് ദ വർക്ക്, ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ടോപ്പിക്. കമ്മിങ് ടു 6B. ഓ നോ, 6C. ദ ഫേമസ് ക്വസ്റ്റ്യൻ 6C. ഓക്കെ, നൗ 6C will have a choice, right? 6C choice ഉണ്ട്. Yes, we have a choice for always for 6Cs. Is the view of the auditor correct? Specify the other matters due to which ROMM is greater for significant non-routine transaction. ഓക്കെ, ഇതും വളരെ ഒക്കേഷണലി മാത്രം കാണുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ റിസ്ക് അസസ്മെൻറ്റിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു എൻഡ് ടോപ്പിക്, ഒരു വാലറ്റമാണ്. ഇതൊക്കെ ഒരു പോസിബിൾ 3 മാർക്കിൻ്റെ ചോദ്യത്തിന് വരാൻ ചാൻസ് ഉള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ എങ്ങനെ 5 മാർക്കിന് അവർ ചോദിക്കുന്നത്?
MTP is always very much inflated in the marks. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിവേസ് ദ ടോപ്പിക് ദേ ആർ ആസ്കിങ് ഇസ് ഓഡിറ്റ് റിസ്ക് എന്നുള്ള ഒരു ഏരിയ എടുക്കുക. ഓഡിറ്റ് റിസ്കിൻ്റെ ടോപ്പിക് നമ്മുടെ മെറ്റീരിയലിൽ എവിടെയാണ് എന്ന് ഞാൻ ഒരു സെക്കൻഡ് ഗൈസ് ലോഡ് ആയിക്കോട്ടെ. ഐ തിങ്ക് ഓഡിറ്റ് റിസ്ക് വരുന്നത് SA 300 ശേഷമാണെന്ന് തോന്നുന്നു. 300 ശേഷം ഓഡിറ്റ് റിസ്ക് തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡിൽ സിഗ്നിഫിക്കൻറ്റ് റിസ്കിനെ പറ്റി പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് റിസ്ക്കും കഴിഞ്ഞ് ലാസ്റ്റ് RMM മേ ബി ഗ്രേറ്റർ ഫോർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ് മേ ബി ഗ്രേറ്റർ ഫോർ സിഗ്നിഫിക്കൻറ്റ് നോൺ റുട്ടീൻ ട്രാൻസാക്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റൽ മാറ്റേഴ്സ് വേണ്ടിയിട്ടുണ്ട്. ആ നോൺ റുട്ടീൻ മാറ്റേഴ്സിൻ്റെ, അതായത് അനാവശ്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻ്റർവെൻഷൻ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓർ ദ മാനുവൽ ഇൻ്റർവെൻഷൻ ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഓൾസോ കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് ഓർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് which requires a lot of judgment from the management. ഇത്തരം സിറ്റുവേഷൻസിലാണ് എന്താ, ദീസ് ആർ നോൺ റുട്ടീൻ ട്രാൻസാക്ഷൻ. നോൺ റുട്ടീൻ ട്രാൻസാക്ഷൻസ് ആർ ദ വൺസ് വിച്ച് ഡോണ്ട് റെക്കർ ഫ്രീക്വൻലി. അപ്പോൾ അങ്ങനത്തെ ട്രാൻസാക്ഷൻസിൽ എന്ത് സംഭവിക്കുന്ന ചാൻസ് ഉണ്ട്? RMM ഭയങ്കര ഗ്രേറ്റ് ആണ് എന്നുള്ള എക്സാമ്പിൾ ഉണ്ടല്ലോ. ഇത് അധികവും പലപ്പോഴും MCQs വരുന്ന ടോപ്പിക്കാണ്. ഇത്തവണ അവർ MTPയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ചേക്കുന്നുണ്ട്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് മാറ്റേഴ്സ്. സോ നോൺ റുട്ടീൻ ട്രാൻസാക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ട്രാൻസാക്ഷൻസ് ദാറ്റ് ആർ അൺയൂഷ്വൽ ആൻഡ് they don't occur frequently. ആൻഡ് എന്നിട്ട് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിൾസ് ഓഫ് നോൺ റിട്ടേൺ ട്രാൻസാക്ഷൻസ് ആർ ഇപ്പോൾ വായിച്ചിട്ടുള്ള ആ ABC എക്സെട്ര. കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദി ഓഡിറ്റർ സൺഷൈൻ ഇസ് കറക്റ്റ്. ഓക്കെ, ഇതൊക്കെ തന്നെ സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്. ആൻഡ് 6യുടെ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അബവ് എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റ് റിഗാർഡിംഗ് പ്രിപ്പയറിംഗ് ഡോക്യുമെൻറ്റേഷൻ. SA 230 ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ഡോക്യുമെൻറ്റേഷൻ ആസ് പെർ ദ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. എന്താണ് നേച്ചറിന് കുഴപ്പം നോക്കട്ടെ. B Limited is a listed company. Statutory auditor is CAP. What is happening during the course? CAP has performed various audit procedures relating to revenue recognition, verification of assets. While viewing the audit file, it was observed that working papers prepared by the team were incomplete and lacked clear documentation explaining the basis for certain conclusions. A junior member questioned CAP regarding the purpose and objective of maintaining paper audit documentation and how such documentation supports the auditor's report. Okay, explain the objective in preparing the documentation, describe the nature of documentation as per the relevant standard. Audit documentation വളരെ ഒരു broad question. You have to first define what is documentation. Audit documentation is any records which is prepared, any records which includes three things actually. Whatever procedures you performed, what evidences you obtained, and what conclusions you reached. ഇത് മൂന്നും വേണം. In the given question, what happened was conclusions clear അല്ല. ഏത് ബേസിസിലാണ് ഈ ഓഡിറ്റർമാർ കൺക്ലൂഷനോട്ട് എത്തിയേക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എ സീരിയസ് ഡിഫക്റ്റ്. Insufficiency in documentation. We have to document all those things. Actually, as a matter of reinforcing the quality of the audit, whatever judgments taken by the auditor, all the judgments taken in the course of the audit should also get documented. Who performed the work, date of completion, who reviewed the work, date of review must also be documented. പിന്നെ മറ്റേ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദ നേച്ചർ, ടൈമിംഗ്, എക്സ്റ്റെന്റ് ഓഫ് ഡോക്യുമെന്റേഷൻ അതിലോട്ട് ഇപ്പോൾ തൽക്കാലം പോകണ്ട. ദെൻ ഈ ഡോക്യുമെന്റേഷൻ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റീവിലോട്ട് പോകാം. ഒബ്ജക്റ്റീവ് എന്താണ്? മെയിനായിട്ട് രണ്ട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുക. ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഓഫ് ഓൺ വാട്ട് ബേസിസ് ദ റിപ്പോർട്ട് ഇസ് ഗിവൻ. നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന ഒപ്പീനിയൻ എന്ത് ബേസിസിലോട്ട് ആണ് എത്തിയേക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ പറയുന്ന ഡോക്യുമെന്റേഷൻ. ഓൾസോ the work was performed as per professional legal regulatory requirements. PLR പ്രകാരമാണ് വർക്ക് ചെയ്തേക്കുന്നത്. In the event of charge of negligence against the auditor, the proof that the work was performed as per professional legal regulatory requirements, അതൊരു എവിഡൻസും കൂടിയാണ് ഈ ഡോക്യുമെന്റേഷൻ. ദാറ്റ് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഡോക്യുമെന്റേഷൻ. ആൻസർ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു. വി ഹാവ് ടു പ്രിപ്പയർ ഡോക്യുമെന്റേഷൻ ദാറ്റ് ഇസ് സഫീഷ്യൻറ്റ്. വി ഹാവ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ദാറ്റ് ഇസ് സഫീഷ്യൻറ്റ് ഇനഫ് ഫോർ വാട്ട് പർപ്പസ്, that the that provides a sufficient basis for the opinion in the report. Okay, the objective of documentation is to provide a record that is sufficient and appropriate, that shows the sufficient appropriate record of the basis for the report. റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നതിൻ്റെ ബേസിസ് എന്താണ്? ഓൾസോ എവിഡൻസ് that the work was planned and performed as per the SAs and legal regulatory requirements, PLR requirements. Nature of documentation. Audit documentation provides evidence of the auditor's basis for conclusion, evidence that the work was planned and performed. Same repeat അവർ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുക. Therefore, in the given case, CAP is required to ensure that audit working papers are properly documented. Nothing, there's nothing much here. അത് ജസ്റ്റ് ബേസിക്കലി വാട്ട് ഇസ് ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുക, അത് എന്തൊക്കെയാണ് ബേസിക് തിങ്സ് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സോട്ട് കിടക്കുക. അത്രേ ഉള്ളൂ തന്നെ ആൻസർ. സോ ദിസ് ഇസ് കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി MTP 1 സ്റ്റാൻഡേർഡ് തോന്നിയത് ഇത്തവണത്തെ RTP ആണ്, ടു ബി വെരി ബ്രൂട്ടലി ഓണസ്റ്റ്. 2025 കഴിഞ്ഞ വർഷത്തെ എല്ലാ RTPയും 2025 Jan
May, September, even 26th Jan അറ്റംപ്റ്റിൻ്റെ പോലും RTP വാസ് വെരി മച്ച് ചൈൽഡിഷ്, ഭയങ്കര സിമ്പിളായിരുന്നു. MTPs കഴിഞ്ഞ തവണത്തെ 2025 ജാനുവരിയിലത്തൊക്കെ MTP നല്ല അടിപൊളി MTP ആയിരുന്നു. ആൻഡ് ഇത്തവണ RTP ബിക്കം ലിറ്റിൽ ബിറ്റ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. യു ഹാവ് ദ വീഡിയോസ് അപ്ലോഡഡ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് RTP അപ്ലോഡ് ചെയ്തേക്കുന്നത്, അത് കണ്ടു നോക്കുക. ആൻഡ് MTP1, യെസ്, ദിസ് ഇസ് ദ ഡിസ്കഷൻ. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, വി ആർ വൈൻഡിങ് അപ്പ് നൗ. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇനി വിത്തിൻ ഫ്യൂ ഡേയ്സ് വി വിൽ ബി അപ്ലോഡിങ് ദ MTP2. മേക്ക് ഷുവർ ദാറ്റ് യു ഓൾസോ വാച്ച് ദാറ്റ്. അതും ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു റൗണ്ട് ഫുൾ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയിച്ച് അതിന് ആൻസേഴ്സൊക്കെ നോക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ വീഡിയോ കാണാനായിട്ട്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ആൻഡ് ഇങ്ങനെ ഒരു വട്ടം നിങ്ങൾ വായിച്ചു, അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, അങ്ങനെ മോർ ടൈം യു സ്പെൻഡ് വിത്ത് ദീസ് ക്വസ്റ്റ്യൻസ്, ദീസ് കൈൻഡ് ഓഫ് ലാംഗ്വേജ്, ഈ വേർഡ്സ്, ഈ പോയിന്റ്സ്, ഈ ബുക്ക്, നമ്മുടെ പേജസ്, ഇതിലൂടെ എത്രമാത്രം സമയം നിങ്ങൾ ചിലവാക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് എക്സാമിനും ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, സോ യെസ്, കീപ്പ് എ കൂൾ മൈൻഡ്. വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഏപ്രിൽ എൻഡ്, മെയിലത്തെ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് നല്ല എക്സാം സ്ട്രെസ്സും ടെൻഷനൊക്കെ കയറി നിൽക്കുന്ന സമയം എന്നറിയാം. പിന്നെ ഇറ്റ്സ് സ്കോച്ചിങ് ഹോട്ട് ഔട്ട്സൈഡ്, ഭയങ്കര ചൂടുള്ള സമയം കൂടിയാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ. കാരണം അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് പനി വരുത്താനൊന്നും പോകരുത്. അത്യാവശ്യം നല്ലപോലെ അസുഖങ്ങളൊക്കെ വരാനും ഒക്കെ സ്പ്രെഡ് ആവാനൊക്കെ ഉള്ള ഒരു സീസണും കൂടിയാണിത്. അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ബി ലിറ്റിൽ ബിറ്റ് ഗോ ഈസി ഓൺ യുവർ സെൽഫ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളും വെച്ചിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ റിസൾട്ട്സ് ആൻഡ് ഫ്യൂച്ചർ എക്സാംസ്, അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് കമ്മിറ്റ് ടു ആക്ഷൻ ഹിയർ ആൻഡ് ഡോണ്ട് ബി സോ ഡ്രാമാറ്റിക്. രാവിലെ എണീക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരെത്ര നോക്കുന്നുണ്ട്, ഞാൻ എത്ര, അങ്ങനെയൊന്നും അനാവശ്യ കമ്പാരിസൺസ് നോക്കണ്ട. വെറുതെ ചുമ്മാ നിങ്ങളെ ടെൻഷൻ ആക്കുന്ന, നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് ബി റിലാക്സ്ഡ്, ഡു യുവർ ബെസ്റ്റ്. നമുക്ക് നോക്കാം, യു ഗിവ് യുവർ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. അത്യാവശ്യം നല്ലപോലെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ദ ഫൈനൽ സെഷൻസ് നൗ. ഓക്കെ, ഈ സമയത്ത് ഇനി പോയിട്ട് സെൽഫ് ഡൗട്ടിനൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല, പിച്ചിൽ. സോ MTP1 ഡിസ്കഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ സെഗ്മെന്റ് വി ക്യാൻ സീ വിത്ത് MTP2. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ MTP2 ക്വസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഐ ഹാഡ് എ ഗ്ലംസ് ഓഫ് ദ ക്വസ്റ്റൻസ്. MTP1നേക്കാളും സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് MTP2 വരാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ, ഇത്രയും പോലും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കത്തില്ല, സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഐ എം ഷുവർ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പിള്ളേർക്ക് സുഖമായിട്ട് 80-85 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു അൺഅച്ചീവബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. Thank you. Signing off.